إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض أو في الأرض يأت بها الله إن الله لطيف خبير ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുകയും അത് ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും ചെയ്യണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അനുഗ്രഹീതമായ റമളാനിൽ ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ചവരാണ് ഞാനും നിങ്ങളുമെല്ലാം. ഒരുപക്ഷെ കഴിഞ്ഞ റമളാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. റമളാനിന്റെ തലേ ദിവസമൊക്കെ മരിച്ചുപോയ ആളുകളൊക്കെ ഉണ്ട്. സുഹൃത്തുക്കളെ, റമളാനിൽ ജീവിക്കാൻ ദീർഘായുസ് ലഭിക്കപ്പെടുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം പടച്ചോൻ നമുക്ക് ഒരവസരം കൂടി തരികയാണ്, നമുക്ക് നന്നാകാനും നമുക്കൊരു വീണ്ടും വിചാരത്തിനും അതുപോലെ തന്നെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഒരവസരം കൂടിയാണ് ഓരോ റമളാനിൽ നമുക്ക് ജീവിക്കാൻ ദീർഘായുസ് ലഭിക്കുന്നതോടെ അള്ളാഹു നമുക്ക് നൽകുന്നത്. പക്ഷെ പലപ്പോഴും എല്ലാ റമളാനും ഒരേ ഒരു രീതിയിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കഴിഞ്ഞ റമളാനിൽ നമുക്ക് വിശുദ്ധ ഖുർആനിൽ എത്ര അർത്ഥമറിഞ്ഞുകൊണ്ട് ആശയമറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യാൻ സാധിച്ചിരുന്നു. അതിനേക്കാൾ ഒരു കൂടിയ അളവിൽ ഇന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ ചിന്തിക്കാറില്ല. കഴിഞ്ഞ വർഷത്തെ നമ്മൾ എത്ര ദിക്റാ ചൊല്ലിയത്? ഇന്ന് കുറച്ചധികം, ഈ റമളാനിൽ കുറച്ചധികം ദിക്റുകൾ ചൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ എത്രയാണ് ആളുകൾക്ക് ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ചത്? ഈ വർഷം അതിനേക്കാൾ കൂടിയ അളവിൽ ദാനധർമ്മങ്ങൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? കാരണം നമ്മൾ ഖബറിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുക. ഓരോ സെക്കൻഡുകളും നമ്മിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഖബറിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ഇങ്ങനെ സമയം പോടില്ല നമ്മളിങ്ങനെ ചിന്തിക്കും. പ്രത്യേകിച്ച് റമളാനിലൊക്കെ നോമ്പെടുത്ത മനുഷ്യന്മാർ അവരിങ്ങനെ ചിന്തിക്കുക, എന്താ സമയമാണ് പോണില്ല, മഗ്‌രിബ് ആകണില്ല അല്ലേ? നമുക്കങ്ങനെ സമയം പോകാനിട്ടാണ് ഇപ്പൊ ഇല്ലാത്ത വിഷമം ഉണ്ടാകാറുള്ളത്. എന്നാൽ നമ്മൾ മരിക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, ആ സമയത്ത് സമയം പോയതുകൊണ്ടാണ് നമ്മൾ വിഷമിക്കുക. പടച്ചോനെ, കുറച്ചുകൂടി സമയം എനിക്ക് കിട്ടിയാൽ എനിക്ക് കുറച്ചുകൂടെയൊക്കെ നന്മ ചെയ്യാം എന്നാണ് മനുഷ്യൻ ആഗ്രഹിക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റമളാൻ എന്ന് പറയുന്ന ധാരാളക്കണക്കിന് ശ്രേഷ്ഠതകളും
പടച്ച റബ്ബ് ഇതിന്റെ ഓരോ സെക്കൻഡുകളിലും അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ പ്രതിഫലങ്ങളും ഇഷ്ടം പോലെ എണ്ണിയാലൊടുങ്ങാത്ത അത്രയും സംവിധാനിച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ് നമുക്ക് നഷ്ടപ്പെട്ടാൽ അത് വലിയ നഷ്ടമാണ്. ഒരു സെക്കൻഡ് നമുക്ക് നഷ്ടപ്പെട്ടാൽ അതിന്റെ മൂല്യം നമ്മൾ തിരിച്ചറിയണം. അത്രയും അമൂല്യമായ സമയമാണ് യഥാർത്ഥത്തിൽ ഈ റമദാനിന്റെ 29-30 ദിവസങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മാസം എന്ന് നമ്മൾ തിരിച്ചറിയണം. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാല്, ഫസ്റ്റ് തുടക്കത്തിലൊക്കെ ഉള്ള ഒരു ആവേശമൊക്കെ ഇപ്പൊ ഇങ്ങനെ കുറച്ച് അതിങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ റമദാൻ 1-2 നോക്കുമ്പോ ഇങ്ങനെ പോയാ ഹൗദും കരമൊക്കെ ചിലപ്പോൾ ആൾക്കാർ നിസ്കരിക്കാണ്ടാവും അല്ലേ. പക്ഷെ ഇപ്പൊ നോക്കുമ്പോഴോ ഏകദേശം ഈ ഹാളിന്റെ ഉള്ളിലൊക്കെ ആയിട്ടുണ്ടാവും. ഇനി കുറച്ചുകൂടിയും കഴിയുമ്പോൾ ഈ ഹാളിൽ നിന്നൊന്ന് കുറയുണ്ട്. എന്ന് വെച്ചാല് ദിവസം കൂടുന്തോറും ആളുകൾക്ക് ആവേശം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏറ്റവും അനുഗ്രഹീതമായ ഒരു രാത്രിയുള്ള അവസാനത്തെ ഒരു 10 നോക്കുമ്പോ ഏകദേശം പള്ളിയൊക്കെ കാലിയായി, ഏകദേശം ആളുകളൊക്കെ റോഡുകളിലും അങ്ങാടികളിലും കടകളിലും ഇങ്ങനെ കയറി ഇറങ്ങിയായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാ കൊല്ലവും ഇതിലൊരു മാറ്റം ഈ സമുദായത്തിൽ ഉണ്ടാകണില്ല എന്നാണ്. ഒരു മാറ്റത്തിൽ ഉണ്ടാകണ്ടേ അല്ലേ? നമുക്ക് ആലോചിച്ചുള്ള സുഹൃത്തുക്കളെ, അവസാനത്തെ 10 എന്നൊക്കെ പറഞ്ഞാല് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 83 വർഷത്തിലധികം തുടർച്ചയായി നന്മ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എത്ര? 83 വർഷം. നമ്മളിപ്പോ എത്ര കാലം ജീവിക്കുക അല്ലേ? നമ്മൾ എത്ര കാലം ജീവിക്കാൻ? വിശ്വാസം പറഞ്ഞ ശരാശരി ഒരു മുഅ്മിനിന്റെ വയസ്സ് എത്രയാണ്? മാ ബൈന 60 വ 70, 60-70 ഇടക്കാണ്. അത് വിട്ടുകിടക്കുന്നവരുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാത്രിക്ക് ഒരു നന്മ ചെയ്താൽ 83 വർഷത്തിലകം അധികം നന്മ ചെയ്ത പ്രതിഫലം ഉണ്ട്. അതാണ് ഖദറിന്റെ രാത്രി. കണ്ടോ, അതാണ് ഖദറിന്റെ രാത്രി. പക്ഷേ നമുക്ക് ആർക്കെങ്കിലും ഒന്ന് ആശ്വസിക്കാൻ കഴിയുമോ? ഇത്രയും റമദാനിലൂടെ ഞാൻ കടന്നുപോയിട്ട് ഇത്രയും വയസ്സ് എനിക്കായിട്ട് ഒരു ലൈലത്തുൽ ഖദറെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ആശ്വസിക്കാൻ കഴിയുന്ന എത്ര ആൾക്കാരാണുള്ളത്? സുഹൃത്തുക്കളെ, ഈ റമദാനും ആ ഒരു ഗൗരവത്തിൽ നമ്മൾ കാണാതെ മുന്നോട്ട് പോയാൽ ഇതും നമുക്ക് നഷ്ടപ്പെടും. സമയമൊക്കെ വേഗം കഴിയും, നോമ്പൊക്കെ ഇപ്പൊ വേഗം കഴിയും. പക്ഷെ നമുക്ക് അതുകൊണ്ട് എന്ത് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഏറ്റവും പ്രധാനമായിട്ട് എന്താ അറിയോ സുഹൃത്തുക്കളെ, നമ്മുടെ പാപങ്ങളിൽ അത് പൊറുക്കപ്പെടുക എന്നുള്ളതാണ്. പാപം വരാത്ത ആളുകളും നല്ല മനുഷ്യന്മാര്, എല്ലാരും പാപം ചെയ്യുന്ന കുല്ലിബ്നു ആദം ഖത്താഊൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എല്ലാ മനുഷ്യരും പാപങ്ങൾ ചെയ്യുന്നവരാണ്, എല്ലാവരും പാപം ജീവിതത്തിൽ ചെയ്യുന്നവരാണ്. പക്ഷേ ഏറ്റവും നല്ല പാപികൾ ആരാണ്? അത്തവ്വാബൂൻ, അവർ തൗബ ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്യാത്ത ആരാണുള്ളത്? മഅസൂമുകൾ, പ്രവാചകന്മാര് മാത്രമുള്ളൂ. പാപസുരക്ഷിതരായവർ പ്രവാചകന്മാര് മാത്രമുള്ളൂ. ഒരു മനുഷ്യരും, സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമടക്കം ലോകത്ത് തെറ്റ് ചെയ്യാത്തൊരു മനുഷ്യന്മാരുമില്ല. പക്ഷേ ആ തെറ്റിൽ തന്നെ അടിയുറച്ച് നിൽക്കുക എന്നുള്ളതല്ല ഒരു വിശ്വാസി ചെയ്യേണ്ടത്. പടച്ച റബ്ബിലേക്ക് വേഗത്തിൽ തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ്. പലപ്പോഴും എന്താ അറിയോ, നമ്മുടെ തെറ്റുകൾക്ക് നമ്മൾ പല ന്യായീകരണങ്ങളുമാണ് കാണാറുള്ളത് അല്ലേ? നമ്മുടെ മനസ്സിൽ തെറ്റ് ചെയ്യാൻ പ്രചോദനമാകുന്ന ചില ചിന്തകളൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ? എന്താ നമുക്ക് തോന്നുന്നത് എന്താ അറിയോ, ഞാൻ തെറ്റ് ചെയ്താല് അങ്ങനെ പിടിക്കപ്പെടുന്നില്ല, അത് രഹസ്യമായിട്ട് ചെയ്യണമല്ലേ. ഇപ്പൊ ഞാനവിടെ തെറ്റാണ് ചെയ്ത് നമ്മുടെ മനസ്സിനോട് ഇങ്ങനെ പറയും, തെറ്റ് ചെയ്യുമ്പോ ഇതിപ്പോ അങ്ങനെ പിടിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ് പലപ്പോഴും പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊരു വ്യാമോഹമാണ് സത്യത്തിൽ. എല്ലാ തെറ്റും പിടിക്കപ്പെടും, എല്ലാ തെറ്റും പിടിക്കപ്പെടും, ഒരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ ബുനയ്യ, ലുഖ്മാൻ തന്റെ മകനോട് പറയുന്ന ഉപദേശമായി കൊണ്ട്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സുഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്. പൊന്നുമോനെ, ഒരു തെറ്റ്, ഒരു പാപം, എന്ത് കാര്യമാകട്ടെ, എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ,
എത്ര ചെറുതായിക്കോട്ടെ, ഒരു അണുമണി തൂക്കം അതായിക്കൊള്ളട്ടെ, അത് നീ പാറക്കുള്ളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും ആകാശലോകത്ത് ഒളിപ്പിച്ചു വെച്ചാലും അള്ളാഹു അതിനെ കൊണ്ടുവരുന്നതാണ്. എന്ത് തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടോ അത് പടച്ചോന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടും. നമ്മൾ വിചാരിക്കുന്നതൊന്നും പിടിക്കപ്പെടൂല, നമ്മൾ വിചാരിക്കുന്നത് ആരും കാണുന്നില്ല, ആരും അറിയണില്ല. പക്ഷെ സുഹൃത്തുക്കളെ, നമ്മൾ ചെയ്ത എത്ര ചെറുതാകട്ടെ, നമ്മൾ പോലും മറന്നുപോയ തിന്മകളായിരിക്കും, എത്ര ചെറുതാകട്ടെ, അത് പടച്ചോന്റെ മുന്നിൽ എവിടെ കൊണ്ടുപോയി നമ്മൾ ഒളിപ്പിച്ചു വെച്ചാലും പടച്ചോന്റെ മുന്നിൽ അത് ഹാജരാക്കപ്പെടുമെന്നാണ്. മറ്റൊന്ന് നമ്മുടെ മനസ്സിനോട് പറയുന്നത്, ഒന്ന് സാഹചര്യമാണ് എന്നെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. സാഹചര്യം എല്ലാ തെറ്റുകാർക്കും ഒരു ന്യായീകരണമാണ്. തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും സാഹചര്യമുണ്ട്. നമുക്ക് മാത്രമൊന്നല്ല, തെറ്റ് ചെയ്യുന്ന എല്ലാവർക്കും സുഹൃത്തുക്കളെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് അത് തെറ്റ് ചെയ്യാനുള്ള ഒരു ന്യായീകരണമല്ല. തെറ്റ് ചെയ്യാനൊരു ന്യായീകരണമല്ല സാഹചര്യം എന്നുള്ളത്. ഇനിയോ മറ്റൊന്ന് നമ്മൾ പറയണത് എന്താ അറിയോ? നമ്മൾ മറ്റൊന്ന് പറയാറുള്ളത്, തെറ്റ് അത് പൊറുക്കപ്പെടുമല്ലോ. നമുക്ക് അങ്ങനെ വരും. നമ്മളിപ്പോ ഒരു തെറ്റ് ചെയ്താൽ അത് പടച്ചോൻ പൊറുക്കുമല്ലോ, അപ്പൊ പിന്നെ പ്രശ്നമല്ല, പൊറുക്കാനുള്ള മാർഗങ്ങൾ നോക്കിയാൽ മതി അല്ലേ സുഹൃത്തുക്കളെ? അള്ളാഹ് തെറ്റ് പുറത്തു തരും എന്ന് പറഞ്ഞത് അത് തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? പാപിയായി പോകുന്ന ഒരു മനുഷ്യന് തിരിച്ചു വരാൻ അവസരമുണ്ട് എന്ന് പഠിപ്പിക്കാനാണ്. അല്ല നമ്മൾ തെറ്റിൽ തന്നെ തുടർന്നു പോകാനും അള്ളാഹ് പുറത്തു തരും, അപ്പൊ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് തൗബ ചെയ്താൽ മതി എന്നുള്ള ചിന്തയാണ് പല ആളുകൾക്കും തെറ്റ് ചെയ്യാൻ അതിന് കാരണമായിക്കൊണ്ട് അവർ പറയാറുള്ളത്. മറ്റൊന്നത്, എല്ലാവരും തെറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ഞാനായിട്ട് എന്തിനാ തെറ്റ് ചെയ്യാതിരിക്കുന്നത്? എല്ലാവരും ഇപ്പൊ ചെയ്യണ്ടല്ലോ, അപ്പൊ ആരും ഇവിടെ തെറ്റ് ചെയ്യാത്തവര്, പിന്നെ ഇപ്പൊ ഞാനായിട്ട് ഇപ്പൊ എന്തിനാ അല്ലെ? എല്ലാ കച്ചവടക്കാരും കള്ളത്തരം കാട്ടുണ്ട്, ഞാനായിട്ട് ഇപ്പൊ ഒരു സത്യസന്ധനായിട്ട് എന്താ കാര്യം? എല്ലാരും ഓരോ പാപം ചെയ്യുന്നവരാണ്, ആരും ഇപ്പൊ ഇവിടെ വലിയ ഇഖ്ലാസുള്ള വലിയ മുത്തഖീങ്ങളൊന്നുമില്ല, പിന്നെ ഇപ്പൊ ഞാനായിട്ട് എന്തിനാണ് അങ്ങനെ സത്യസന്ധമായി ജീവിക്കുന്നത് എന്നൊക്കെ. സുഹൃത്തുക്കളെ, ഇതൊന്നും ന്യായീകരണമല്ല, ഇതൊന്നും ന്യായീകരണമല്ല. പടച്ച റബ്ബിന്റെ കോടതിയിൽ സുഹൃത്തുക്കളെ ഇതൊന്നും ന്യായീകരിക്കാൻ നമുക്ക് കഴിയില്ല. മറ്റൊന്ന് എന്താ പറയുക, മറ്റൊന്ന് നമ്മളെ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് പ്രേരണ ഉണ്ടാക്കണം. തെറ്റ് ചെയ്യുന്നവരുടെ കൂടെ നമ്മൾ ജീവിക്കുക എന്നുള്ളതുകൊണ്ട്, അധാർമികമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൂടെ അവർ നമ്മുടെ കൂട്ടുകാരായി നമ്മൾ സ്വീകരിക്കുക. സ്വാഭാവികമായിട്ടും നമ്മളും അതിൻ്റെ ആളുകളായി മാറും. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് അള്ളാന്റെ കോടതിയിൽ എല്ലാം പ്രദർശിപ്പിക്കപ്പെടുന്നു, എല്ലാം കൊണ്ടുവരും. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. എല്ലാം നമ്മുടെ കയ്യിൽ പടച്ചോൻ ഗ്രന്ഥം തരും അല്ലേ? പടച്ചോൻ നമ്മുടെ കയ്യില് ഒരു ഗ്രന്ഥം തരും. എന്നിട്ട് പറയും, കിതാബക്, നിന്റെ ഗ്രന്ഥം നീ വായിച്ചു നോക്ക്. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ, ഇന്ന് നിന്റെ വിചാരണക്ക് നീ തന്നെ മതിയായവനാണ്. നമ്മുടെ കയ്യിലെ ഒരു ഗ്രന്ഥം തരും, ഒരു പുസ്തകം തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആയിഷ 3 സന്ദർഭത്തിൽ ഒരാളെ ഓർക്കൂല. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ദിവസം ഇങ്ങനെ കരയാണ്, കരഞ്ഞുകൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, അല്ല ആയിഷ, എന്തിനാ ഈ കരയണത്? ഞാൻ നരകത്തെ ഓർത്തിട്ട് കരയാണ്, നരകത്തെ ഓർത്തിട്ട് കരയാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുക, നബിയെ, പരലോകത്ത് അങ്ങയുടെ കുടുംബത്തെ ഓർക്കൂലേ? അങ്ങയുടെ കുടുംബത്തെ ഓർക്കൂല. ആരോടാ ചോദിക്കണേ സുഹൃത്തുക്കൾ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ആയിഷ, 3 സന്ദർഭത്തില് ഒരാളെയും ഓർക്കൂല. അതിലൊന്നെന്താ അറിയോ? നമ്മുടെ കയ്യിൽ ഗ്രന്ഥം കിട്ടുന്ന സമയം, ഓരോരുത്തരുടെ കയ്യിലും ഗ്രന്ഥം കിട്ടുന്ന സമയം. അത് എനിക്ക് വലത് കയ്യിലാണോ കിട്ടുക, ഇടത് കയ്യിലാണോ കിട്ടുക, പിറകുവശത്തൂടെയാണോ കിട്ടുക? ഈ ഒരു ഭീതിയിലായിരിക്കും എല്ലാ മനുഷ്യന്മാരും. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ കയ്യിൽ ഗ്രന്ഥം കിട്ടിയിട്ട് പടച്ചോ വരണമെന്നറിയും, വായിച്ചോ, നീ വായിച്ചു നോക്ക്. നിന്റെ വിചാരണക്ക് നീ തന്നെ മതി, ഞാൻ വിചാരണ നടത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ അതൊന്ന് വായിക്കും മനുഷ്യർ. എന്നിട്ട് പാപികളായ മനുഷ്യർ പറയും, മാലി ഹാദൽ കിതാബ്, പടച്ച റബ്ബേ, എന്തൊരു ഗ്രന്ഥമാണിത്,
ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്റെ ജീവിതത്തിൽ ചെയ്തു പോയ ചെറുതും വലുതുമായ ഒന്നും വിട്ടുപോകാത്ത ഗ്രന്ഥമാണല്ലോ റബ്ബേ ഇത്. വവജദൂ മാ അമിലൂ ഹാദിറാ. അവൻ ചെയ്തു വെച്ചത് മുഴുവൻ അവിടെ ഹാജരാക്കപ്പെടുകയാണ്. വലാ യളിമു റബ്ബുക അഹദാ. അല്ലാഹു ഒരാളോടും അനീതി കാണിക്കുകയില്ല. കണ്ടോ, കുറെ പാപത്തിന്റെ 99 കണ്ണെത്താത്ത ദൂരത്തോളമുള്ള രേഖ നാളെ പരലോകത്ത് കൊണ്ടുവരപ്പെടുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. 99 രേഖ കൊണ്ടുവരപ്പെടും. അത് കണ്ണെത്താത്ത ദൂരത്ത് ഓരോ പേജും ഉണ്ടാകുന്നു, ഓരോ രേഖ ഉണ്ടാകുന്ന. എന്നിട്ട് ആ മനുഷ്യനോട് അന്ന് ചോദിക്കുന്നതാണ്, ഇതിലേതെങ്കിലും ഒരു തിന്മ നീ ചെയ്യാത്തതുണ്ടോ? ആ മനുഷ്യൻ പറയും, ഇല്ല റബ്ബേ, എല്ലാം ഞാൻ ചെയ്തതാണ്. നിനക്ക് എന്തെങ്കിലും ന്യായീകരണം ഉണ്ടോ? ആ മനുഷ്യൻ പറയും, ഇല്ല റബ്ബേ, ഒന്നുമില്ല, ഞാൻ ചെയ്തു പോയതാണ്. നോക്കൂ നിങ്ങൾ, എല്ലാം പടച്ചോന്റെ മുന്നിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏതൊരു തിന്മയും നമ്മൾ ഏറെ ഗൗരവത്തിലാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ വിചാരിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ലേ, നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ തിന്മയായിരിക്കും. പക്ഷെ ആ തിന്മയും സുഹൃത്തുക്കളെ വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇയ്യാകും വമുഹ്തിറാത്തിദ് ദുനൂബ്. നിങ്ങൾ ചെറിയ പാപങ്ങളും ഗൗരവത്തിൽ കാണണം. നിസാരമെന്ന് തോന്നുന്ന തിന്മ പോലും നിങ്ങൾ ഗൗരവത്തിൽ കാണണം. നിസാരമെന്ന് തോന്നുന്നത് പോലും നിങ്ങൾ ഗൗരവത്തിൽ കാണണം. കാരണം എന്താ അറിയോ, ഈ നിസാര തിന്മകളാണ് അതിങ്ങനെ വലുതായി. ഏതുപോലെ ഒരു ഉദാഹരണം പഠിപ്പിച്ചത്, ഒരു ഉദാഹരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു നാട്ടിൽ യാത്ര പോകുമ്പോൾ ഒരു മരുഭൂമിയിൽ ആളുകളൊക്കെ ഇറങ്ങി. അവർ കത്തിക്കാൻ വിറകില്ല. എല്ലാവരും 4 ഭാഗത്തേക്കും പോയി ഓരോ വിറക് കൊണ്ടുവന്ന് അത് കൂട്ടിയിട്ടപ്പോൾ ഒരു വിറകിന്റെ കൂമ്പാരമായി. ഇതുപോലെയാണ് ചെറിയ ചെറിയ തിന്മകൾ, അതിങ്ങനെ കൂട്ടി അതൊരു കൂമ്പാരമായി മാറും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കാൻ. അപ്പൊ ഒരു ചെറിയ കാര്യവും, അതുകൊണ്ട് ഈ റമദാൻ നമുക്ക് ചെറിയ പാപമൊക്കെ പുറത്തു തരുന്നതാണ് അല്ലേ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅതു ഇലൽ ജുമുഅ വറമദാനു ഇലാ റമദാൻ. 5 നേരത്തെ നമസ്കാരം, അതുപോലെ തന്നെ ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅക്കിടയിലുള്ള സമയത്ത് ചെയ്യുന്ന തെറ്റുകൾ, അതുപോലെ തന്നെ വറമദാനു ഇലാ റമദാൻ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാനിന്റെ ഇടയ്ക്ക് ജീവിതത്തിൽ വരുന്ന പാപങ്ങൾ ആ റമദാനിലെ നോമ്പെടുക്കുന്നതോടുകൂടി അതിന് പുറത്തു കൊടുക്കുന്നതാണ്. അതിന്റെ അപ്പുറത്ത് എന്താ പറഞ്ഞറിയോ, ഇദജ്തുനിബത്തിൽ കബായിർ, വൻപാപങ്ങൾ ഒഴിവാക്കിയാൽ മറ്റുള്ള ചെറുപാപങ്ങളൊക്കെ പൊറുക്കാൻ നമ്മുടെ 5 നേരത്തെ നമസ്കാരവും, അതുപോലെ തന്നെ ജുമുഅ, അതുപോലെ തന്നെ നമ്മുടെ റമദാനിലെ നോമ്പ് അതിന് സാഹചര്യം ഉണ്ടാക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹാബിമാരൊക്കെ എന്താ അറിയോ, ഒരു ചെറിയ തിന്മയും വളരെ ഗൗരവത്തിലാണ് കണ്ടിരുന്നത്, ചെറിയ തെറ്റും. അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഇന്നക്കും ലതഅലമൂന അമാലൻ, നിങ്ങൾ ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ഹിയ അദഖു മിൻ അയുനികും മിനശ് ശഅരി, അത് നിങ്ങളുടെ കണ്ണിൽ ഒരു രോമത്തെക്കാളും ചെറുതായിരിക്കും. അത്രയും നിസാരാണ്, ഒരു രോമത്തെ പോലെ നിസാരായിരിക്കും. പക്ഷേ കുന്നാ നഉദ്ദുഹാ അലാ അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുബിഖാത്ത്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആ ചെറിയതെന്ന് നിങ്ങൾ വിചാരിക്കുന്ന തിന്മ പോലും വൻപാപമായിട്ടായിരുന്നു ഞങ്ങൾ കണ്ടിരുന്നത്. കണ്ടോ, അതും വൻപാപ, എത്ര ചെറുത് എന്ന് തോന്നുന്ന കാര്യം പോലും അതുപോലും വൻപാപമായിട്ടാണ് ഞങ്ങൾ കണ്ടിരുന്നത്. കാരണം എന്താ സുഹൃത്തുക്കൾ, ചെറുത് എത്ര ചെറുതായിക്കോട്ടെ അത് പരലോകത്ത് കൊണ്ടുവരപ്പെടുന്നുള്ളതുകൊണ്ടാണ്. അള്ളാന്റെ മുന്നിൽ നിൽക്കണം എന്നുള്ളൊരു പേടിയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. പടച്ചോന്റെ മുന്നിൽ ഒരു പച്ചയായ മനുഷ്യനായി സുഹൃത്തുക്കളെ രഹസ്യമൊന്നും ഉണ്ടാവില്ല. അവിടെ എല്ലാ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരപ്പെടുന്ന ലോകാണ് അല്ലേ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കണമെന്ന് ഭയപ്പെടുന്നവർക്ക് 2 സ്വർഗമുണ്ട്. ഇവിടുന്ന് ഉണ്ടാകണ പേടി അവിടെ പോയിട്ടുണ്ടായാൽ പോരാ, അള്ളാന്റെ മുന്നിൽ നിൽക്കണം. ഫഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ആരാണോ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കണമെന്ന് ഭയപ്പെടുന്നത്, അവർക്ക് വനഹൻ നഫ്സ അനിൽ ഹവാ, സ്വന്തം ഇച്ഛകളെയും താല്പര്യങ്ങളെയും ആരാണോ ഒഴിവാക്കുകയും ചെയ്തത്, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ,
അവർക്ക് എത്തിപ്പെടാനുള്ള സ്ഥലമാണ് സ്വർഗം, അവർക്കാണ് സ്വർഗം ഉള്ളത്. അപ്പൊ ഒരു തിന്മ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എല്ലാവരും തിന്മയുണ്ട്, അല്ല ഇന്റെ സാഹചര്യം, അതൊന്നുമല്ല നമ്മൾ കാണേണ്ടത്. നമ്മൾ കാണേണ്ടത് പടച്ചോന്റെ മുമ്പിൽ നിൽക്കണം, ഈ ഒരു പേടി ഉണ്ടാകും. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കണം എന്നുള്ള പേടിയാണ് സുഹൃത്തുക്കളെ നമുക്ക് ഉണ്ടാകേണ്ടത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു, ഒരു മുഅ്മിൻ പാപത്തെ അവൻ നോക്കിക്കാണുന്നത് അന്നഹു ഖാഇദുൻ തഹത ജബലിൻ, അവനൊരു പർവ്വതത്തിന്റെ ചോട്ടിൽ ഇരിക്കണ പോലെ ഇരിക്കും. എപ്പോഴും ഒരു കല്ലുരുണ്ട് അവന്റെ തലയിൽ വീഴുന്നുള്ള ഒരു പേടി ഉണ്ടാവും. അപ്പോ എപ്പോഴും ഒരു വിശ്വാസിക്ക് ഒരു പേടി, പടച്ചോനെ തിന്മ വരുമോ, തിന്മ വരുമോ, തിന്മ വരുമോ, തെറ്റെന്റെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളൊരു പേടി ഒരു മുഅ്മിന് ഉണ്ടാവും. അങ്ങനെയൊക്കെ പേടി നമുക്ക് ഉണ്ടോ ചോദിച്ചാല് ഇല്ലാതെ തന്നെയാണ്. പള്ളിയിൽ നിന്ന് വെള്ളിയാഴ്ച കുത്തുബ വെക്കുമ്പോ ഉണ്ടാവും, അവിടെ ഇറങ്ങിയാലോ ആദ്യം നോണ അറിയും അല്ലേ. പിന്നെ തുടങ്ങിയിട്ട് അങ്ങോട്ട് സുഹൃത്തുക്കളെ നമ്മൾ ആലോചിക്കണം, ആ പടച്ചോ നമ്മുടെ ഒരു ദിവസത്തെ വിചാരണ നടത്തണമെന്ന് വിചാരിച്ചു. ഒരു ദിവസത്തെ നമ്മൾ ഈ 60 കൊല്ലം 50 കൊല്ലം 40 കൊല്ലത്തിൽ നിന്ന് വിചാരണ അല്ല എന്ന് വിചാരിക്കും. ഒരു ദിവസത്തെ വിചാരണയെ പടച്ചോ നടത്തണുള്ളൂ 24 മണിക്കൂറിൽ. ഇന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും, ഇന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. പടച്ചോൻ പറയണം ഒരു ദിവസത്തെ വിചാരണ നിൽക്കുക എന്ന് പറയാം. ഒരു 24 മണിക്കൂർ നമ്മൾ ചെയ്ത നന്മയും തിന്മയും പടച്ചോട് കണക്കാക്കിയിട്ട് അതിൽ നന്മ ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക, നമ്മൾ രക്ഷപ്പെടും. ആർക്കാണ് സുഹൃത്തുക്കളെ ആശ്വാസം ഉള്ളത് അല്ലേ? ഈ 40, 50, 60 കൊല്ലം ജീവിച്ചിട്ട് പടച്ചോന് ഇതിന്റെ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളുമാണ് വിചാരണയ്ക്ക് വിധേയമാക്കുന്നത്. നമ്മൾ എത്ര തന്നെ പുറംമോടിയും പുറംപൂച്ചൊക്കെ ആയിട്ട് നടന്നാലും പടച്ചോന്റെ കോടതിയിൽ ഇത് കഴിയില്ലല്ലോ. ഇവിടെ നമുക്ക് പല കോലത്തിലും പല രീതിയിലും പലരെയും വഞ്ചിച്ച് അതിനൊക്കെ ന്യായീകരിച്ച് പല തെറ്റുകളിലും ഇടപെട്ട് അതിനൊക്കെ ന്യായീകരിച്ച് നമുക്ക് ഇവിടെ നിൽക്കാം. ഒരു മനുഷ്യനും ഇവിടെ ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞോളന്നില്ല. പക്ഷെ പടച്ചോന്റെ കോടതിയിലെത്തുമ്പോൾ സുഹൃത്തുക്കളെ ഇതൊന്നും ഉണ്ടാവൂല. എല്ലാ മുഖം മൂടികളും വലിച്ചു കീറപ്പെടും, എല്ലാ രഹസ്യങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടും. അതുകൊണ്ട് തെറ്റ് അത് എത്ര രഹസ്യമായി ചെയ്താലും നമ്മൾ വിചാരിക്കും ഇതൊക്കെ രഹസ്യമല്ല, ആരാ പറയാം. എന്റെ സുഹൃത്തുക്കളെ അല്ലാഹ് അത് രേഖപ്പെടുത്തുന്നുണ്ട്. അവനത് മറക്കും ചെയ്തിട്ടുണ്ട് എന്നാണ് അള്ളാഹിന്റെ അടുത്തുള്ള രേഖയിൽ അല്ല രേഖപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ. പക്ഷേ അവൻ മറന്നിട്ടുണ്ട്, നമ്മൾ മറന്നിട്ടുണ്ടാകും പലതും, പക്ഷെ അള്ളതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ രേഖയുടെ സുഹൃത്തുക്കളെ നമ്മുടെ കയ്യിൽ തരാം. എന്നിട്ട് പറയും എന്ത് പഠിച്ചു, എന്താണിത്, ഇതെന്തൊരു ഗ്രന്ഥമാണ്, എന്റെ ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായി ഒന്നും വിട്ടുപോകാത്ത ഗ്രന്ഥമാണല്ലോ ഇത്. അതുകൊണ്ട് തെറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ജീവിതത്തിൽ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നാൽ ഒരു ഫാജിറായ മനുഷ്യനോ ഒരു തെമ്മാടിയായ മനുഷ്യൻ അവൻ തെറ്റിനെ നോക്കിക്കാണുന്നത് അവന്റെ മൂക്കിന്റെ മുമ്പിലൂടെ ഒരു ഈച്ച പാറിയ പോലെയാണ്. ഒരു ഈച്ചകനെ മൂക്കിന്റെ മുമ്പ് കൂടെ പാറിയ വല്ല പ്രശ്നമുണ്ട്? അത്രയും നിസാരായിട്ടാണ് ഒരു പാപത്തെ ഒരു തെമ്മാടിയായ മനുഷ്യൻ കാണുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. നമുക്കറിയാം സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഭയങ്കര ശബ്ദം, ഭയങ്കര നല്ല ഉയർന്ന ശബ്ദമുള്ള വ്യക്തിയായിരുന്നു സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നിങ്ങളുടെ ശബ്ദം പ്രവാചകന്റെ ശബ്ദത്തേക്കാൾ ഉയർന്നു പോകരുത് എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തിറക്കി. പിന്നെ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹുവിന്റെ പള്ളിയിൽ കാണില്ല, അദ്ദേഹം വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാ. ഈ ആയത്തിറങ്ങിയപ്പോ അദ്ദേഹം വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാണ്. അദ്ദേഹം കുറച്ച് ഉയർന്ന ശബ്ദമുള്ള ഒരു വ്യക്തിയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസിയായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, അല്ല സാബിത്ത് ബിൻ ഖൈസിനെ ഇപ്പൊ കാണാനില്ലല്ലോ, എന്തു പറ്റി, എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോ എവിടെയും പുറത്തൊന്നും വരാത്തത്? അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിട്ട് അന്വേഷിക്കാൻ, സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹുവിന്റെ വീട്ടിലെത്തി അന്വേഷിക്കാൻ എന്താ മൂപ്പർക്ക് പറ്റിയത്. അപ്പോ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാ, ഉൻസിലത്ത് ഹാദിഹിൽ ആയ, ഈ ആയത്തിറക്കപ്പെട്ടു, അതുകൊണ്ട് ഞാനാണെങ്കിലും കുറച്ച് ഉയർന്ന ശബ്ദമുള്ള ആളാണ്. ഫഅന മിൻ അഹ്ലിൻ നാർ, ഞാനെങ്ങാനും നരകത്തിന്റെ ആളായി പോകുമോ എന്നുള്ള പേടിയാണ്. അതുകൊണ്ട്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ആ പ്രവാചകന്റെ ശബ്ദത്തിൻ്റെക്കാളും ഉയർന്നൊരു ശബ്ദം എനിക്ക് വന്നാൽ നരകം കിട്ടുമെന്നുള്ള പേടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹുവ മിൻ അഹ്ലിൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ എത്ര നിസാരാണ് അല്ലേ, വളരെ നിസാരായി തോന്നുന്നത്. തെറ്റ് തിന്മല്ലല്ലോ. അദ്ദേഹത്തിന്റെ ശബ്ദം കുറച്ച് ഉയർന്നു പോയത് അദ്ദേഹത്തിന്റെ കുഴപ്പമില്ല. പക്ഷെ എന്നിട്ടും അത്രത്തോളം ശ്രദ്ധ സുഹൃത്തുക്കളെ അവർക്ക് ഉണ്ടായിരുന്നു എന്നാണ്. അത്രത്തോളം ഒരു പേടി അവർക്ക് ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ വല്ല പേടി, തിന്മേന്ന് അറിഞ്ഞാൽ പോലും, തെറ്റാണെന്ന് അറിഞ്ഞാൽ പോലും പുറത്തേക്ക് വെളുക്ക ചിരിച്ചൊരു മനുഷ്യനെ വഞ്ചിക്കാൻ പോലും നമുക്കൊരു മടി ഉണ്ടാവില്ല. നമ്മുടെ ഏത് രംഗത്ത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി, എത്രത്തോളം ഒരു മനുഷ്യനെ നമ്മൾ വഞ്ചിക്കുന്നുണ്ട്, ചതിക്കുന്നുണ്ട്. പക്ഷെ സുഹൃത്തുക്കൾ, ഇതൊക്കെ പരലോകത്ത് വരൂലേ? ഏത് വഞ്ചനയും നമുക്ക് അവകാശമില്ലാത്ത രൂപത്തിൽ നമ്മൾ എന്ത് പറഞ്ഞോ, എന്ത് ചെയ്തോ, എന്ത് നമ്മൾ നേടിയോ, ഇതൊക്കെ പരലോകത്ത് വരും. ഈ പരലോകം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. അവിടെ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടാം, ഇല്ല. അള്ളാഹുവിന്റെ കോടതിയിൽ സുഹൃത്തുക്കളെ രേഖകൾ കൊണ്ടുവരപ്പെടുന്ന അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അള്ളാഹുവിന്റെ അടുക്കൽ കർമ്മരേഖയുടെ സമാഹാരങ്ങൾ 3 എണ്ണമാണ്. 3 കർമ്മരേഖയുടെ സമാഹാരം ഉണ്ട്. ഒന്ന്, അള്ളാഹു വലിയ കാര്യമാക്കാത്തൊരു കർമ്മരേഖയുടെ സമാഹാരമാണ്. വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. അതെന്താ അറിയോ? അടിമയും റബ്ബും തമ്മിലുള്ള ബന്ധത്തിൽ വീഴ്ച സംഭവിച്ചതിന്റെ കർമ്മരേഖയുടെ സമാഹാരം. നമ്മൾ എപ്പോഴെങ്കിലും ഒരു നിസ്കാരം പോയി, അല്ലെങ്കിൽ ഒരു നോമ്പ് പോയി, അത് അടിമയും റബ്ബും തമ്മിലുള്ള ബന്ധത്തിലുള്ള വീഴ്ചയാണ്. അത് പടച്ചോൻ എന്ത് ചെയ്യും? വിട്ടുവീഴ്ച ചെയ്തു തരും. 2, ശിർക്ക് ചെയ്യുന്നവന്റെ കർമ്മരേഖയുടെ സമാഹാരം, അത് അള്ളാഹ് പുറത്തു കൊടുക്കുകയില്ല. ശിർക്ക് ചെയ്യണവൻ അള്ളാഹ് പുറത്തു കൊടുക്കുകയേ ഇല്ല. 3ാമത്തെ കർമ്മരേഖയുടെ സമാഹാരം, അടിമകളും തമ്മിലുള്ള ബന്ധത്തിൽ വീഴ്ച സംഭവിച്ചതിന്റെ കർമ്മരേഖയുടെ സമാഹാരമാണ്. പരസ്പരം മനുഷ്യർക്കിടയിലുണ്ടായ ബന്ധത്തിൽ വീഴ്ച സംഭവിച്ചതിന്റെ കർമ്മരേഖയുടെ സമാഹാരം. അൽ ഖിസാസു ലാ മഹാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അതിന് പ്രതിക്രിയ എടുക്കും തീർച്ചയായും. എന്ന് വെച്ചാൽ നമ്മളൊരാളെ ഏതെങ്കിലും നിലയ്ക്ക് വഞ്ചിക്കേ, ചതിക്കേ, അന്യായമായത് പറയേ, ദ്രോഹിക്കേ, എന്ത് ചെയ്തിട്ടുണ്ടോ അത് നമ്മൾ എത്ര തൗബ ചെയ്താലും, നമ്മൾ ആരെയാണോ ആക്രമിച്ചത്, ആരെയാണോ ചീത്ത പറഞ്ഞത്, ആരെയുടെ സമ്പത്താണ് അന്യായമായി എടുത്തത്, ആ വ്യക്തി പോയി കണ്ട് ആ വ്യക്തിയോട് പൊരുത്തപ്പെടിക്കാൻ പറഞ്ഞ്, ആ വ്യക്തിയോട് ഏറ്റുപറഞ്ഞ് നമുക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയണം. അല്ലാത്തിടത്തോളം കാലം സുഹൃത്തുക്കളെ നമ്മൾ എത്ര പടച്ചോട് പൊറുക്കാൻ പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്ക് വല്ല അവകാശം നമ്മൾ തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം. നമ്മൾ ഈ അനന്തര സ്വത്തൊക്കെ എടുത്തിട്ടുണ്ടാവും ചില പെങ്ങന്മാരുടെ, അല്ലേ? പെങ്ങന്മാരൊക്കെ അനന്തര സ്വത്തൊക്കെ നമ്മൾ തന്ത്രത്തിലൂടെ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 7 ഇരട്ടി പെരടിയിൽ വെച്ച് പരലോകത്ത് വരും. മാത്രമല്ല സുഹൃത്തുക്കളെ, പരലോകത്ത് അള്ളാഹിന്റെ കോടതിയിൽ നമ്മുടെ നന്മ എത്ര കൊടുത്താലും അത് പരിഹരിക്കപ്പെടില്ല. ഇതൊക്കെ ദീന് എന്ന് പറഞ്ഞ ഒരു വിശുദ്ധിയുള്ള മതമാണ്. നമ്മൾ കൊണ്ടെടുക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ ജീവിതത്തിൽ കൊണ്ടെടുക്കാത്തതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ജീവിതത്തിൽ കൊണ്ടു നടന്നുകൊണ്ടാണ് അവരുടെ ജീവിതം കണ്ട ആൾക്കാർ ഇസ്ലാമിക്ക് വന്നത്. നമ്മളെ കണ്ട ഒരു മനുഷ്യൻ വരുമോ, ഇതാണ് ഇസ്ലാമെങ്കിൽ ഇതിന്റെ 7 അയലത്തിക്കാൻ പറ്റില്ല എന്ന് ഓടുവരും. കാരണം അവനോടൊരു വിശ്വസിച്ചേൽപ്പിച്ച കാര്യം ഉണ്ടെങ്കിൽ അതിൽ വഞ്ചന ഉണ്ടാവും, ഒരു കച്ചവടം അതിൽ വഞ്ചന ഉണ്ടാവും, അല്ലേ? ഒരു സംസാരത്തിൽ എല്ലാവരും വഞ്ചിക്കും മനുഷ്യന്മാരെ. ഏറ്റവും കൂടുതൽ വഞ്ചന കാണിക്കുന്നവരാരാ? ഇങ്ങനെ തുടങ്ങി സുഹൃത്തുക്കളെ, പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിലെത്തിയാൽ നമ്മുടെ നന്മകളൊക്കെ മറ്റുള്ളവർക്ക് നമ്മൾ വകവെച്ച് കൊടുക്കേണ്ടി വരും. നമ്മൾ നിസ്കരിക്കണം, നോമ്പെടുക്കണമൊക്കെ ഉണ്ടാവും, പക്ഷെ ഇതൊക്കെ പലർക്കും നമ്മൾ വകവെച്ച് കൊടുക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കറിയോ ആരാണ് പാപ്പരായ മനുഷ്യൻ? പാപ്പരായ മനുഷ്യനാരാണ്? സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ പറയുന്ന മറുപടി തന്നെ സഹാബത്തും പറഞ്ഞത്, മല്ല ദിർഹം വല ദീനാർ, ദിർഹമും ദീനാറൊന്നും ഇല്ലാത്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അല്ല, അങ്ങനെയുള്ളവരല്ല പരലോകത്ത് പാപ്പരായവൻ. മറിച്ച് യഅതി യൗമൽ ഖിയാമ ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്ത്, നമസ്കാരവുമായി പരലോകത്ത് വന്നവനാണ്,
നോമ്പുമായി പരലോകത്ത് വന്നവനാണ്, സക്കാത്തുമായി പരലോകത്ത് വന്നവനാണ്. നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും സക്കാത്ത് കൊടുത്ത് പരലോകത്ത് വന്നവനാണ് പാപ്പരായ മനുഷ്യൻ. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്തേ ഇവിടെ നിസ്കാരം നോമ്പും സക്കാത്തും എല്ലാം നഷ്ടപ്പെടാനുള്ള കാരണം എന്താ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, യഅതി ഖദ് ശതമ ഹാദാ വകദബ ഹാദാ വസഫക ദമ ഹാദാ വളറബ ഹാദാ വഅകല മാല ഹാദാ. അവൻ ഇന്നാലിനവൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഇന്നാലിനവന്റെ സമ്പത്ത് അന്യായമായി എടുത്തിട്ടുണ്ട്, ഇന്നാലിനവൻ ശാരീരികമായി ദ്രോഹിച്ചിട്ടുണ്ട്, ഇന്നാലിനവൻ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അവന്റെ നിസ്കാരം നോമ്പും സക്കാത്തൊക്കെ ആരെയൊക്കെ അവൻ ദ്രോഹിച്ചോ അവനോട് കൊടുക്കും പടച്ചോൻ പരലോകത്ത്. എന്നിട്ടും അവൻ ചെയ്ത തെറ്റിന് പരിഹാരമായിട്ടില്ലെങ്കിൽ അവന്റെ തിന്മെടുത്ത് അവന്റെ പെരടിയിൽ വെച്ച് കെട്ടിക്കൊടുക്കുന്ന പിന്നെ അവൻ നരകത്തിലേക്ക് എറിയപ്പെടും. ആര്? നിസ്കരിച്ചോന്, നോമ്പെടുത്തോന്, സക്കാത്ത് കൊടുത്തോന്, ഓന് പിന്നെ നരകത്തിലേക്ക് എറിയപ്പെടും എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സുഹൃത്തുക്കളെ, ഇതൊന്നും നിസാരല്ല. നമ്മളിങ്ങനെ കാണുന്ന ഒരു പരലോകം എന്നല്ല നമ്മളിങ്ങനെ കാണുമോ, അതിപ്പോ അവിടെ എങ്ങനെയെങ്കിലൊക്കെ അങ്ങനെ രക്ഷപ്പെടാൻ. നമ്മളെല്ലാം ഇപ്പൊ ആരല്ലേ ഒരു 5 നേരം നിസ്കരിച്ചാൽ തന്നെ ജമാഅത്തിൽ പങ്കെടുത്താൽ തന്നെ നമ്മൾ വല്ലാത്തൊരു അനുഭൂതിയിലിരിക്കും. ഇനിയിപ്പോ ഞാനല്ലാതെ ആരാണ് സ്വർഗത്തിൽ നമ്മൾ ആലോചിക്കാം. എന്താ 5 നേരം നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, കണ്ടല്ലോ. പക്ഷെ സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കേണ്ട എന്താണ്? എല്ലാ ജീവിതത്തിന്റെ എല്ലാം പടച്ചോന് കൊടുത്തവരാണ് സഹാബത്ത്, അല്ലേ? എല്ലാം പടച്ചോന് കൊടുത്തവരാ സഹാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വിടുമ്പോൾ പറയാണ്, യുദ്ധത്തിന് മുമ്പ് പറഞ്ഞു കൊടുക്കുകയാണ്, താങ്കൾ ഈ യുദ്ധത്തിൽ മരിക്കും, താങ്കൾ മരിച്ചാൽ ഈ കൊടി ഇന്ന ആൾക്ക് കൊടുക്കണം, താങ്കളും മരിക്കും, അപ്പൊ ഈ കൊടി ഇന്ന ആൾക്ക് കൊടുക്കണം. ഈ സഹാബിമാർ ഏതായാലും ഇപ്പൊ ഈ യുദ്ധത്തിന് ഞാനില്ല, അടുത്തതിന് നോക്കാം എന്ന് പറഞ്ഞോ? ഇല്ല. ഒരു ഭാര്യയോടും കുട്ടികളോടും സലാം പറയാണ്, നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മരിക്കൂലേ? ഷഹീദാകും വഹയ്യ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്. നമ്മളൊക്കെ എവിടെങ്കിലും ഒരു വയലുണ്ട്, അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് അറിഞ്ഞാൽ തന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കൂല. അത് കഴിഞ്ഞിട്ട് മെല്ലെ അങ്ങനെ അന്വേഷിക്കാൻ ചെല്ലില്ല, അല്ലേ? അതാ നമ്മളെ ദീന ഈമാനൊക്കെ. നമുക്കിപ്പോ ഇവിടെ വാളെടുത്ത് യുദ്ധം ചെയ്യാനൊന്നുമില്ല, ആകെ ദീനീ പ്രബോധനാണ്. അതില് പോലും ഒന്ന് ആത്മാർത്ഥമായി ഇടപെടാൻ കഴിയാത്ത നമ്മൾ സ്വർഗ്ഗം പ്രതീക്ഷിച്ചിരിക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ അവരുടെ ജീവൻ കൊടുത്തു, അവരുടെ സമ്പത്ത് കൊടുത്തു, അവരുടെ സമയം കൊടുത്തു, അല്ലേ? എല്ലാം പടച്ചോന് 100% അള്ളാന്റെ ദീനിന് വേണ്ടി വിനിയോഗിച്ച സഹാബത്തിന് സുഹൃത്തുക്കളെ ആശ്വാസം ഉണ്ടായിട്ടുണ്ടോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ ജീവിച്ചിരിക്കുമ്പോഴാണ് പറയണത്, അബൂബക്കറും ഫിൽ ജന്ന, മരിച്ചിട്ടല്ല പറയണത്, അല്ലേ? ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, ത്വൽഹത്തും ഫിൽ ജന്ന, സുബൈറും ഫിൽ ജന്ന, സഅദും ഫിൽ ജന്ന, സഈദും ഫിൽ ജന്ന റളിയല്ലാഹു അൻഹും ജീവിച്ചിരിക്കുമ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അബൂബക്കറെ നീ സ്വർഗ്ഗത്തിലാണ്, ഉമറെ നീ സ്വർഗ്ഗത്തിലാണ്, ഉസ്മാൻ നീ സ്വർഗ്ഗത്തിലാണ്, അലി നീ സ്വർഗ്ഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരുടെ പറയണത്. സുഹൃത്തുക്കളെ, അവർക്ക് വല്ല സംശയം ആവശ്യമുണ്ടോ? നീ സ്വർഗം കിട്ടൂലേ? സംശയത്തിന്റെ ആവശ്യമില്ല. എന്നിട്ടും അവർക്ക് ആശ്വാസമായിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കെ താൻ ഭരിക്കുന്ന നാട്ടിൽ ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടോ എന്നറിയാൻ രാത്രിയിൽ ഉറക്കമൊഴിച്ച് വേഷപ്രച്ഛന്നനായി താൻ ഭരിക്കുന്ന നാട്ടിലൂടെ അങ്ങനെ രാത്രി സഞ്ചരിക്കുക. എന്തിനാ പോ? എന്നോട് നെക്സ്റ്റ് ക്ലാസ് സ്വർഗത്തിലാർന്നല്ലേ, എന്തിനാ ഇപ്പൊ ഈ പണി? ആലോചിച്ചോ? ഇല്ല, അവർക്കൊന്നും ആശ്വാസം ഉണ്ടായിട്ടില്ല. നമ്മളൊരു 5 നേരം നിസ്കരിക്കും, ഒരു 50 റുപ്യ ബക്കറ്റിലിടുമ്പത്തിന്, അല്ലേ? അങ്ങനെയൊക്കെയാണ് നമ്മൾ. അല്ലെങ്കിൽ 500 റുപ്യ ബക്കറ്റിലിടും ഏതെങ്കിലും പള്ളിക്ക്, ഓ തന്നെ സ്വർഗം കിട്ടി. ഇതാണ് നമ്മളെ കാഴ്ചപ്പാട്. എന്താണ് കൂട്ടരെ നമ്മൾ കൊടുത്തിട്ടുള്ളത്? ജീവിതത്തിൽ തിന്മകളുടെ കൂമ്പാരങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത, ഓരോരുത്തരും അവനവന്റെ മനസ്സുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട്, അല്ലേ, എണ്ണിയാലൊടുങ്ങാത്ത തിന്മകളുടെ കൂമ്പാരങ്ങൾ ചെറുതും വലുതുമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എണ്ണാൻ പോലും കഴിയാത്തത്ര ഉണ്ടാവും ഒരു ദിവസത്തെ തന്നെ. അല്ലെ, നമ്മൾ ഈ സ്വർഗം പ്രതീക്ഷിച്ചിരിക്കുക. ഖുർആൻ ഈ സഹാബത്തിനെ കുറിച്ച് എന്താ പറഞ്ഞറിയോ? വല്ലദീന യുതൂന മാ അതൗ വഖുലൂബുഹും വജ്ലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ.
പടച്ച റബ്ബ് അവർക്ക് നൽകിയതെല്ലാം അല്ലാഹുവിനവർ തിരിച്ചു നൽകിയവരാണ്. എന്നിട്ടും അവരുടെ ഹൃദയങ്ങൾ അതാ പേടിച്ച് വിറകൊള്ളുകയാണ്. ഈ ആയത്തിറങ്ങിയപ്പോൾ ആയിഷ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, അല്ല നബിയെ, എന്തിനാണ് എല്ലാം പടച്ചോന് കൊടുത്തിട്ടും എന്തിനാണ് അവരിത്ര ഹൃദയമൊക്കെ പേടിച്ച് വിറകൊള്ളണത്? എല്ലാം പടച്ചോന് കൊടുത്തിട്ട് എന്തിനത്ര പേടി? അവർ വ്യഭിചരിച്ചത് കൊണ്ടാണോ? അവർ മദ്യപിച്ചത് കൊണ്ടാണോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അല്ല ആയിഷ, ഇതൊന്നും സ്വീകരിക്കാതെ പോകുമോ എന്നുള്ള പേടി അവർക്കുണ്ടായിരുന്നേ. ഇതൊക്കെ കൊടുത്തു ശരിയാണ്, പക്ഷെ ഇത് അള്ളാഹ് സ്വീകരിക്കണ്ടേ? ഈ ഒരു പേടിയാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് റമളാനിന്റെ ഒക്കെ ചെയ്ത അമല് അത് സ്വീകരിക്കാൻ വേണ്ടി 6 മാസം ഒരു ദുആ ചെയ്തിരുന്നു. നമുക്ക് റമളാനിൽ ഒരു നിസ്കാരം കഴിഞ്ഞാൽ 10 മിനിറ്റ് ഇരുന്ന് പടച്ചോൻ എന്ന് സ്വീകരിക്കണേ പറയാനുള്ള ആത്മാർത്ഥതയില്ല, മനസ്സും ഇല്ല. ഇതൊക്കെ പടച്ചോ നോമ്പെടുക്കാൻ പറഞ്ഞാലല്ലേ, പടച്ചോ നിസ്കരിക്കാൻ പറഞ്ഞാൽ ആള് സ്വീകരിച്ചോളും. ഇതാ നമ്മുടെ കാഴ്ചപ്പാട് അല്ലേ? ഇതെന്താണ് സുഹൃത്തുക്കളെ മാറുക? നിസ്കാരത്തിന് കഴിഞ്ഞാൽ നിസ്കാരത്തിന് ശേഷം ഫർദ് നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന എല്ലാന്നേ പഠിപ്പിച്ചിട്ടുള്ളൂ. കൂട്ടുപ്രാർത്ഥന, ഇമാമ് തിരിഞ്ഞിരിക്കുക, എന്നിട്ട് മൂപ്പരിങ്ങനെ പ്രാർത്ഥിക്കുക, മൂപ്പരിക്ക് ശ്വാസം പോകും, മറ്റൊരു ആമീൻ പറയാം. അപ്പണി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പ്രാർത്ഥന എല്ലാവർക്കും ഇല്ല. നമ്മുടെ അമല് സ്വീകരിക്കണ്ടേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ നിരന്തരം പ്രാർത്ഥന ഉണ്ടാകണം. അതുകൊണ്ട് പരലോകത്തിന് വേണ്ടിയാണ് നമ്മൾ നന്മ ചെയ്യുന്നത്. പരലോകത്ത് നമ്മൾ ചെയ്ത എല്ലാ നന്മയും തിന്മയും അത് ഹാജരാക്കപ്പെടുന്നുള്ളൊരു പേടി നമുക്കുണ്ട്. അതൊക്കെ സഹാബത്തിനുണ്ടായിരുന്നു. എല്ലാം കൊടുത്തിട്ട് ഒരു ആശ്വാസം അവർക്ക് ഉണ്ടായിട്ടില്ല അല്ലേ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, ആയിരക്കണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു സഹാബിയാണ്. ഏത് ഹദീസ് വായിക്കുമ്പോൾ നമ്മൾ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഹദീസിന്റെ സനദ് എത്തുക. അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹം ആശ്വസിച്ചിട്ടില്ല, അദ്ദേഹം കരയാണ്. അപ്പൊ കൂടുതലുള്ള ആളുകൾ ചോദിക്കും, ഇത്രയും ധന്യമായ ജീവിതം നയിച്ചിട്ട് എന്തിനാണ് അബൂ ഹുറൈറ കരയുന്നത്? അദ്ദേഹം പറയാണ്, ഇതാ മരിക്കാൻ പോവുകയാണ്, ഇനി അമല് ചെയ്യാനുള്ള അവസരമല്ല. ഈ ഒരു പേടിയാണ് അവർക്കുണ്ടായിരുന്നത്. നമ്മളൊക്കെ സുഹൃത്തുക്കൾ എത്ര കരയാണ്? നമ്മളൊക്കെ എന്താ ചെയ്തിട്ടുള്ളത്? നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, തിന്മയെക്കുറിച്ചുള്ള വല്ലാത്തൊരു മാനസികമായ ഒരു പേടി നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തിന്മ പടച്ചോനോട് ആത്മാർത്ഥമായി അത് പറയണം. ഏത് പാപം ചെയ്ത മനുഷ്യനുണ്ടോ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാൻ തയ്യാറാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഏത് തെറ്റും പടച്ചോനോട് ആത്മാർത്ഥമായി തേടാൻ നമ്മൾ തയ്യാറുണ്ടോ? സുഹൃത്തുക്കളെ, അള്ളാഹ് എല്ലാം പുറത്തു തരും, ഒരു സംശയവും വേണ്ട. പക്ഷെ ഇപ്പൊ എന്തുവാണെന്നറിയാം, നമ്മൾ പടച്ചോനോട് തേടാൻ നമുക്ക് സാധിക്കണം. പടച്ചോനോട് റബ്ബിന്റെ മുന്നിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അത് എങ്ങനെയെങ്കിലും തൗബ ചെയ്താലും പറ്റൂല, എങ്ങനെയെങ്കിലുമൊക്കെ തൗബ ചെയ്യാം, അതും പറ്റൂല. അതിന് ചില മാനദണ്ഡമുണ്ട്. അതിലൊന്നെന്താ അറിയും, ഒന്ന്, നമ്മൾ തെറ്റു സംഭവിച്ചാൽ വേഗത്തിൽ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളതാണ്. വേഗത്തിൽ ഇസ്തിഗ്ഫാർ, അതിൽ ശടിച്ച്, ഒരു തെറ്റിൽ തന്നെ നമ്മൾ ശടിച്ച് നിൽക്കാതിരിക്കുക. ഈമാനുള്ള ഏതൊരു മനുഷ്യൻ തെറ്റിലേക്കാണ് മനുഷ്യന്റെ മനസ്സ് പ്രേരണ നൽകുക. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഇന്നൻ നഫ്സല അമ്മാറത്തുൻ ബിസൂ. നഫ്സ്, മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ അത് തെറ്റിലേക്കാണ് ചായ്വ് പ്രകടിപ്പിക്കുക. തെറ്റ് വന്നു പോണതാണ്. തെറ്റാണെന്ന് പറഞ്ഞ് തെറ്റെന്ന് തുടർത്തിക്കൊണ്ടു പോകലല്ല, മറിച്ച് തെറ്റ് മനുഷ്യ ജീവിതത്തിൽ വന്നു പോണതാണ്. അപ്പോൾ വളരെ വേഗത്തിൽ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താ പറയുക, എപ്പോഴും നമുക്ക് തെറ്റ് വരാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ എന്താ പറയുക, ഒന്ന്, എപ്പോഴും മരണത്തെക്കുറിച്ച് ഓർക്കുക എന്നുള്ളതാണ്. മരിച്ചു പോകും എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുക. എങ്കിൽ നമുക്ക് നമ്മുടെ പാപങ്ങൾ ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിലും പടച്ചോനെ മരിച്ചു പോകുമല്ലോ, ഈ ഒരു പേടി ഉണ്ടെങ്കിൽ നമുക്ക് തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവും. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലേ? നമ്മൾ ഫർദ് നിസ്കരിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് ഭയഭക്തി കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ അടുത്ത നിസ്കാരത്തിന് ഞാൻ ഉണ്ടാവൂല, അതിൻ്റെ മുമ്പ് ഞാൻ മരിക്കും എന്ന ചിന്തയോടെ ഇരിക്കണം നിങ്ങൾ നിസ്കരിക്കേണ്ടത്. നമ്മളിപ്പോൾ ളുഹർ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്താണ്, അസറിന് ഞാൻ ഉണ്ടാവൂല. അപ്പം നമ്മുടെ മനസ്സിൽ കിട്ടുന്നൊരു ഭയഭക്തി ഉണ്ട്. നിങ്ങൾ കൃഷി ചെയ്യുമ്പോഴോ, ഞാൻ കുറേ കാലം ഇവിടെ ഉണ്ടാവും എന്നുള്ള നിലക്കാണ് കൃഷി ചെയ്യേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പം നമ്മൾ ഭയഭക്തിയൊക്കെ ഉണ്ടാണ്, മരണത്തെക്കുറിച്ച് എപ്പോഴും ഒരു ഓർമ്മ ഉണ്ടാകണം.
നമ്മൾ വിചാരിക്കുക എന്താ പറയുക, ഒരു 80 ആയിട്ട് തന്നെ മരിക്കുള്ളൂ അല്ലേ, അല്ലെങ്കിൽ 70 ആയിട്ട് തന്നെ മരിക്കുള്ളൂ എന്ന് നമ്മളെ ചിന്ത. എന്നാൽ അങ്ങനെയല്ല സുഹൃത്തുക്കളെ. നമ്മുടെ വീട്ടിൽ തൂക്കിയ കലണ്ടറിൽ നമ്മൾ മരിക്കുന്ന ഡേറ്റ് ഉണ്ട്. നമ്മൾ വീട്ടിൽ തൂക്കിയിട്ട കലണ്ടർ ഉണ്ടല്ലോ, അതിൽ നമ്മൾ മരിക്കുന്ന ഡേറ്റ് ഉണ്ട്, നമുക്ക് അറിയണില്ല എന്നുള്ളൂ. അപ്പൊ ആ ഒരു പേടി എപ്പോഴും നമ്മുടെ മനസ്സുകളിൽ നമ്മൾ ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടെങ്കിലേ നമുക്ക് പെട്ടെന്ന് പശ്ചാത്തപിക്കാനുള്ള ഒരു മനസ്സുണ്ടാകുള്ളൂ. പടച്ചോട് പൊറുക്കലിനെ തേടാനുള്ള ഒരു മനസ്സ് നമുക്ക് പാകപ്പെടണമെങ്കിൽ മരിക്കും എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. അപ്പോഴേ ആ ഒരു തൗബ ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്ക് പാകപ്പെട്ട് വരികയുള്ളൂ. അതുപോലെ തന്നെ ആരാധനകളോട് നമുക്ക് കൂടുതൽ താല്പര്യം. ഇപ്പൊ റമളാനിൽ നമ്മൾ 5 വക്തൊക്കെ ഇവിടെ എത്തുന്നുണ്ട് അല്ലേ. റമളാനിൽ ഇപ്പൊ 5 വക്തൊക്കെ പള്ളിക്ക് എത്തുന്നുണ്ട്. റമളാൻ കഴിഞ്ഞാൽ റമളാനിൽ നിങ്ങൾ 5 വക്തും പള്ളിക്ക് ജമാഅത്തിന് വരണം, റമളാൻ അല്ലാത്തപ്പോ വരണ്ട, അങ്ങനെ വല്ല രേഖയുണ്ടോ? അതൊന്നുമില്ലല്ലോ അല്ലേ. റമളാൻ അല്ലാത്തപ്പോഴും നമ്മൾ 5 വക്ത് നിസ്കരിക്കാൻ പള്ളിയിൽ വരണ്ടേ? അപ്പൊ സുഹൃത്തുക്കളെ, എന്താ അറിയോ, നമ്മൾ ആരാധനകൾക്ക് ഒരു ഊർജവും താല്പര്യവും നമുക്ക് ഉണ്ടാകണം. ഈ മരിക്കും എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാകണം. അത് പലപ്പോഴും നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് തൗബ ചെയ്യാനുള്ള ഒരു താല്പര്യവും ആരാധനകളോടുള്ള ഒരു താല്പര്യമൊക്കെ ഇല്ലാതെ പോകുന്നത്. ആ ഒരു മരണചിന്തയെക്കുറിച്ചുള്ള ഒരു ഓർമ്മയില്ലായ്മ. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഏത് പാപം ചെയ്താലും പുറത്തു തരാനാണ്. പക്ഷേ തൗബ ചെയ്യാന്നല്ല, തൗബത്തൻ നസൂഹ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനുള്ള മനുഷ്യരെ, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണേ. തൗബത്തൻ നസൂഹ കണ്ടോ, യഥാർത്ഥമായ ഒരു തൗബയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ചെയ്യേണ്ട രൂപത്തിലുള്ള തൗബ നമ്മൾ ചെയ്യേണ്ടത്. എങ്കിൽ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ്. വയുദ്ഖിലുക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗവും അല്ലാഹു ആ സ്വർഗത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പഠിപ്പിക്കാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യഥാർത്ഥ തൗബ നമ്മൾ ചെയ്യണം. കണ്ടോ, യഥാർത്ഥ തൗബയായിരിക്കണം നമ്മൾ ചെയ്യണം. എന്താണ് ഈ തൗബത്തുൻ നസൂഹ എന്ന് പറഞ്ഞാൽ? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. ഐ തൗബത്തൻ സ്വാദിഖത്തൻ ജാസിമത്തൻ തംഹു മാ ഖബലഹാ മിനസ് സയ്യിആത്ത്. കണ്ടോ, ആത്മാർത്ഥമായ സത്യസന്ധമായ തൗബയായിരിക്കണം. സത്യസന്ധമായ തൗബയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. മാത്രമല്ല തംഹു മാ ഖബലഹാ മിനസ് സയ്യിആത്ത്, മുമ്പുള്ള എല്ലാ പാപങ്ങളും മായ്ച്ചു കളയുന്ന രൂപത്തിലുള്ള പാപമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇനി അതിനെ ആ തൗബത്തുൻ നസൂഹ എന്ന് പറയുന്ന ആ ഒരു പദത്തെ വിശദീകരിച്ച് കാണാം. അൻ യതൂബ മിനദ് ദംബി സുമ്മ ലാ യഊദു ഫീഹി ഔ ലാ യുരീദു അൻ യഊദ ഫീഹി. അൻ യതൂബ മിനദ് ദംബ്, അവൻ പാപത്തെ തൊട്ട് അവൻ പശ്ചാത്തപിച്ചു മടങ്ങണം. സുമ്മ ലാ യഊദു ഫീഹി, പിന്നെ അതിലേക്ക് മടങ്ങാൻ പാടില്ല. അല്ലെങ്കിലോ ഔ ലാ യുരീദു അൻ യഊദ ഫീഹി, അല്ലെങ്കിൽ അതിലേക്ക് മടങ്ങാനുള്ള ഉദ്ദേശം പോലും അവനുണ്ടായിക്കൂടാ. ണ്ടോ, അങ്ങനെ ഉണ്ടാവും. ഏതായാലും നോമ്പൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങാം, ഇനി ഏതായാലും ഇപ്പൊ തെറ്റൊക്കെ ഇപ്പൊ കുറെ കഴിഞ്ഞ നോമ്പ് കഴിഞ്ഞിട്ടേ ഇപ്പൊ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ട് അല്ലേ. സിനിമ കാണുന്നവര്, സീരിയൽ കാണുന്നവര്, പാട്ടും കൂത്തൊക്കെ കേൾക്കണവരൊക്കെ ഇപ്പൊ നോമ്പ് കഴിഞ്ഞിട്ടേ ഇപ്പൊ ഇതൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ തൗബ ചെയ്തിട്ട് കാര്യമില്ല, ഒരിക്കലും അതിലേക്ക് മടങ്ങുകയില്ല എന്നുള്ള ഒരു ചിന്ത സുഹൃത്തുക്കളെ നമുക്കുണ്ടാകണം. അങ്ങനെ ഒരു തീരുമാനം എടുക്കണം എന്നാണ്. അതുകൊണ്ടാണ് തൗബ സ്വീകരിക്കുക. തൗബ ഒരിക്കലും നമ്മൾ നീട്ടിവെക്കരുത് എന്നാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ, കങ്ങളാട്ടിൽ കണ്ടിട്ടില്ല, ഇവിടെ കാസർഗോഡ് ജില്ലയിൽ തൗബ ഒരു മൂലയിൽ ഇങ്ങനെ പോവുക ഒരു പേരേക്ക്, എന്നിട്ട് ഇങ്ങനെ ചൊല്ലി കൊടുക്കുക, എല്ലാവരും അതിങ്ങനെ ഏറ്റു ചെല്ലുക. അങ്ങനെ ഒരു തൗബയൊന്നുമില്ല. തൗബ നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തു വരേണ്ടതാണ്. അല്ലാതെ മൂലയിൽ ഇങ്ങനെ 27 എപ്പോഴാന്നില്ലേ കാസർഗോഡില്ലേ, ഞാനവിടെ പോകലോ കണ്ടിട്ടുണ്ട് അല്ലേ. ആ പള്ളിയിലെ മൂലിയേര് ചെല്ലുക, വീട്ടിക്ക് എല്ലാവരും ഇങ്ങനെ ഇരുത്തുക, എന്നിട്ട് മൂപ്പരും ഇങ്ങനെ ചൊല്ലി കൊടുക്കും. അപ്പൊ കോലിങ്ങനെ ഏറ്റി ചെല്ലും. ആ പശ്ചാത്തലം തൗബ കഴിഞ്ഞു, നമ്മളെ പാപമൊക്കെ പൊറുക്കപ്പെട്ടു.
ഇങ്ങനെ ഒരു തൗബ സുഹൃത്തുക്കളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. തൗബ എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ തെറ്റിനെ കുറിച്ചുള്ള ബോധമുണ്ടായി, പടച്ചോനെ എന്റെ ജീവിതം തെറ്റ് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് പൊറത്തു തരണേ എന്ന് ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതാണ് ഈ തൗബ. അല്ല ആരെങ്കിലും ചൊല്ലിത്തരേണ്ടതല്ല, നമ്മൾ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് തൗബ എന്നാണ്. അതുകൊണ്ട് നമുക്ക് അതിലൊരു ഇഖ്ലാസ് ഉണ്ടാകണം, ഒരിക്കലും നീട്ടിവെക്കാൻ പാടില്ല. അവസാന സമയം വരെ അള്ളാഹ് തൗബ സ്വീകരിക്കുന്നതാണ്. കാരണം മരിക്കണതിന്റെ മുമ്പ് വരെ തൗബ സ്വീകരിക്കും. മരിക്കാൻ പോകുമ്പോ തൗബ ചെയ്തിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അതാണ് ഫിർഔനിന്റെ തൗബ. ഫിർഔന്റെ തൗബയുടെ പ്രത്യേകത എന്താ? മൂപ്പരിങ്ങനെ മുക്കിക്കൊല്ലപ്പെടുകയാണ്. അദ്ദേഹം ഇങ്ങനെ മുക്കിക്കൊല്ലപ്പെടുന്ന സന്ദർഭത്തിൽ ഈ ഫിർഔൻ പറഞ്ഞു, ആമൻതു ബിറബ്ബി മൂസ വഹാറൂൻ, ഇപ്പൊ ഞാന് മൂസയുടെയും ഹാറൂനിന്റെയും റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹ് എപ്പോഴാണ് വിശ്വസിക്കുന്നത്? കാര്യമില്ല. അതാണ് മാലം യുഗറിർ, ഇന്നല്ലാഹ യഖ്ബലു തൗബത അൻ അബ്ദിൻ മാലം യുഗറിർ. ഗറഗറാ ശബ്ദം, തൊണ്ടക്കുഴിയിൽ ആ ശബ്ദം വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? അവസാനത്തെ ശ്വാസോച്ഛ്വാസം നിലക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വസാരിഉ, നിങ്ങൾ വേഗത്തിൽ പോകണം, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ പാപമോചനത്തിലേക്ക്, വജന്നത്തിൻ, സ്വർഗ്ഗത്തിലേക്ക്. എന്താണ് ആ സ്വർഗ്ഗത്തിന്റെ പ്രത്യേകത? അർദുഹസ്സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമാണ് സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്കായി തയ്യാറാക്കപ്പെട്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ. കണ്ടോ, വേഗത്തിന് സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ വേഗത്തിൽ പോകണം. അതുപോലെ തന്നെ മഗ്ഫിറത്തിലേക്കും വേഗത്തിൽ പോകണം. പാപമോചനം വേഗത്തിൽ നമ്മൾ ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കണം. തെറ്റ് എപ്പോൾ സംഭവിച്ചാൽ അപ്പം തൗബ ചെയ്യണം എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഈ റമളാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാപമോചനത്തിന്റെ ദിവസങ്ങളാണ് സുഹൃത്തുക്കളെ. എനിക്കറിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർ കയറും 3 പ്രാവശ്യം ആമീൻ പറഞ്ഞു. അതിലൊരു ആമീൻ എന്താ? റമളാനിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ട് ഒരു മനുഷ്യന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ അള്ളാന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് സാധാരണ ഇതിൽ മൂല്യന്മാരെ പ്രാർത്ഥനയില്ല, സാധാരണ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയില്ല. മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കാണ്. മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർ കയറുമ്പോൾ ആമീൻ പറയുന്നുണ്ട് 3 ആൾ. സഹാബത്ത് കേൾക്കുമ്പോൾ ഒന്നും കേൾക്കുന്നില്ല, ആമീൻ 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 എന്നേ കേൾക്കണമെന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കണം, അല്ല നബിയെ, അങ്ങ് എന്താണ് മിമ്പർ കയറുമ്പോൾ ആമീൻ പറഞ്ഞത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കണം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, റമളാനിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ അള്ളാന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഖുൽ ആമീൻ, നബിയെ ആമീൻ പറ, ആമീൻ പറ നബിയെ. ഫഖുൽതു ആമീൻ, അപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞത് എന്ന്. സുഹൃത്തുക്കളെ, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ ഈ റമളാൻ കഴിഞ്ഞു പോയിട്ട് എന്ത് കാര്യമുള്ളത് അല്ലേ? ഇനിയും പാപക്കറ പുരണ്ട ഹൃദയവുമായി കൊണ്ടാണ് ശവ്വാൽ എത്തുന്നതെങ്കിൽ ഈ റമളാൻ നമുക്ക് നഷ്ടാണ്. വിശ്വാസം പറയുന്നത്, ഒരു മനുഷ്യ ഒരു തിന്മ ചെയ്യുമ്പോൾ ഹൃദയത്തിൽ ഒരു കറുത്ത കുത്തുണ്ടാവുന്നതാണ്. നമ്മൾ ചെയ്യണ പാപത്തിനനുസരിച്ച് കുത്തിന്റെ വലിപ്പം ഇങ്ങനെ കൂടിക്കൂടി വരുന്ന, അങ്ങനെ കറുത്തു പോകും ഹൃദയം കറുത്തു പോകും. അപ്പൊ പടച്ചോനോട് എല്ലാ പാപങ്ങളും ഏറ്റി പറയാം കേട്ടോ. അതിനിങ്ങനെ 10 ആളുടെ മുമ്പിൽ ഇങ്ങനെ തൊള്ളിട്ട് പറയല്ല, രഹസ്യമായി പടച്ചോനോട് തെറ്റുകൾ ഏറ്റി പറയാം. ഇനി അതിലേക്ക് മടങ്ങുകയില്ല. അതുകൊണ്ടാണ് കേട്ടോ തൗബയുടെ ഷർത്തുകൾ, തൗബത്തുൻ നസൂഹ എന്ന് പറഞ്ഞ് യഥാർത്ഥ തൗബ ആകണമെങ്കിൽ അതിന് ചില ഷർത്തുകളുണ്ട്. അതിലൊന്നെന്താ അറിയോ? അൻ യകൂന സ്വാഹിബഹ മുഖ്ലിസൻ ഫീ തൗബതിഹി ലാ യുരീദു ബിഹാ ഇല്ലാ വജ്ഹില്ലാ. ഒന്നാമത്തെ ഷർത്ത് പറയുന്നത് എന്താണ്? ആത്മാർത്ഥമായ തൗബയിരിക്കണം ചെയ്യണത്. ലാ യുരീദു ബിഹാ ഇല്ലാ വജ്ഹില്ലാ, അള്ളാന്റെ വജ്ഹല്ലാതെ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടാണ് ഒരു മനുഷ്യൻ തൗബ ചെയ്യേണ്ടത്. പടച്ചോന്റെ അടുത്ത് ഇത് രക്ഷപ്പെടാൻ മാർഗമല്ല. അള്ളാന്റെ കോടതിയിൽ ഞാൻ ഈ പാപങ്ങളുമായി ചെന്നാൽ രക്ഷപ്പെടൂല. ഈ ഒരു പേടിയായിരിക്കണം ഒരു മനുഷ്യന് തൗബ ചെയ്യാൻ പ്രേരണ നൽകേണ്ടത്. രണ്ടാമത്തെ ഷർത്ത് എന്താ അറിയോ? അൻ യകൂന സ്വാദിഖൻ ഫീ തൗബതിഹി, അവന്റെ തൗബയിൽ അവൻ സത്യസന്ധനാകണം, സത്യസന്ധതയുള്ള തൗബയാകണം.
ഒരു കാപട്യം നിറഞ്ഞ തൗബയാകരുത്. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് തൗബ ചെയ്യുക, അതാണ് കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങാൻ പറ്റൂല. മറിച്ച് അതിൽ സത്യസന്ധ, പടച്ചോനെ ഇനി ഒരു ജീവിതത്തിൽ ഒരു പാപവും തെറ്റും കടന്നു വരാതെ ഞാനിതാ നിന്നോട് ഏറ്റുപറയാണ്. എൻ്റെ ജീവിതത്തിൽ രഹസ്യമായി അറിഞ്ഞും അറിയാതെ കുറെ തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് റബ്ബേ എന്ന് അള്ളാഹിനോട് സത്യസന്ധമായിട്ടായിരിക്കും അവൻ ചെയ്യേണ്ടത്. 3, അന്യതുറുക്കൽ മഅസിയതു ഫിൽ ഹാൽ, ആ പാപത്തിൽ നിന്ന് അവൻ അപ്പോൾ ഒഴിവായിരിക്കണം. കേട്ടോ, ആ തെറ്റ് അതിന് ഒഴിവായിട്ടാണ് ചെയ്യേണ്ടത്. തെറ്റിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേ തൗബ ചെയ്തിട്ട് കാര്യമില്ല, അതിന് ഒഴിവായിട്ടാണ് അവൻ തൗബ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇനി ഒരിക്കലും ഇനിയൊക്കെ മടങ്ങൂലെന്ന് അവൻ തീരുമാനം എടുക്കണം. ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങൂല എന്ന് തീരുമാനം എടുത്തിട്ടായിരിക്കണം അവൻ തൗബ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ തെറ്റ് സംഭവിച്ചതിൽ അവന് ഖേദം, വേദന അതുണ്ടാകണം. ഈ 4-5 ഷർത്ത്, 5 ഷർത്തുകൾ ഉണ്ടെങ്കിൽ അവന്റെ തൗബ സ്വീകരിക്കുള്ളൂ. ഒന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പടച്ചോനെ പേടിച്ചിട്ട് അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചായിരിക്കും ഒരാൾ തൗബ ചെയ്യേണ്ടത്. 2, ആ തൗബയിൽ അവന് സത്യസന്ധത ഉണ്ടാകണം. 3, ഇനി ആ പാപത്തിൽ അവൻ നിലനിൽക്കാൻ പാടില്ല, പാപത്തിൽ നിന്ന് ഒഴിവാകണം അവൻ. 4, ഇനി ഒരിക്കലും മടങ്ങൂല എന്ന് അവൻ തീരുമാനം എടുക്കണം. 5, പാപം അവന്റെ ജീവിതത്തിൽ വന്നു പോയതിൽ അതിയായ വേദന അവനുണ്ടാകണം. ഇനി ഒരു ഷർത്ത് കൂടി ഉണ്ട്, അതെന്താ അറിയോ? മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലാഹ് നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കണമെങ്കിൽ, മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അതാണ് നേരത്തെ പറഞ്ഞത്, റദ്ദുൽ ഹുഖൂഖി അലാ അസ്ഹാബിഹാ അവി തഹല്ലൽ വതലബുൽ അഫു മിൻഹും. കണ്ടോ, അവർക്ക് വല്ല ഹക്കും കൊടുക്കാണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. നമ്മളൊരാളെ പൈസക്ക് കുറേ തട്ടിപ്പടത്തെടുത്തു, നമ്മളിങ്ങനെ തൗബ ചെയ്തു, നമുക്ക് ദീനും അല്ലാതെ കയറിയപ്പോ അല്ലേ, കാര്യമില്ല. ആരെയാണോ നമ്മൾ വഞ്ചിച്ചെടുത്തവർക്ക് തിരിച്ചു കൊടുക്കണം, തിരിച്ചുകൊണ്ടേ കൊടുക്കണം. ഇപ്പൊ സ്ത്രീധനൊക്കെ വാങ്ങിയവരുണ്ടാവും അല്ലേ, കല്യാണം കഴിക്കുമ്പോഴേ അന്ന് നമുക്ക് അറിയണ്ടാവില്ല. വേഗം പോയിട്ട് അമ്മോശനോട് പോയി പറയാം, എന്ത്, ഇനി എൻ്റെ ജീവിതത്തിൽ ജാഹിലിയത്തിൽ ഞാൻ വാങ്ങിയതാണ്, തിരിച്ചു കൊടുക്കാണ്ടായി കൊടുത്തിട്ട് പറയാം, നിങ്ങൾ പടച്ചവനോട് പൊറുക്കലിനെ തേടണം എനിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പോയി പൊരുത്തപ്പെടിക്കണം, എന്നിട്ട് തിരിച്ചു തരാനുണ്ടെങ്കിൽ ഞാൻ തരും, പരലോകത്തേക്ക് വെക്കരുത് എന്ന് അമ്മോശനോട് പോയിട്ട് പറയണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ചെയ്ത അമലും അമ്മോശന് കൊടുത്താൽ തീരൂല. അവിടെ അമ്മോശനല്ലേ മരുവനല്ലേ, പ്രശ്നമൊന്നുമില്ല. പടച്ചോ അങ്ങനെ വിചാരണ നടത്തുമ്പോഴേ മൂപ്പൻ അമ്മോശനാണ്, ഉപ്പൊരു മരുവനാണ്, അപ്പൊ കുഴപ്പമില്ലല്ലേ, ആയിക്കോട്ടെ നിങ്ങളൊന്ന് സെറ്റായാലോ ആയിക്കോളി എന്ന് പറയോ? ഇല്ല. കണ്ടോ, അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അത് കാണപ്പെടുന്ന ലോകമാണ്. അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ അതും കാണപ്പെടുന്ന ലോകമാണ്. കണ്ടോ, അവിടെ ആ ബന്ധമൊന്നും ഉണ്ടാവൂല. ഇനി വാപ്പിയും ആരും ആയിക്കോട്ടെ, അവർക്ക് തമ്മിൽ വല്ല ബന്ധം ഉണ്ടാകുമോ? ഉണ്ടാവൂല. എന്നാ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ. സ്വന്തം ഇണകളെ വിട്ട് ഓടി മറയുന്ന ദിവസമാണ്, സ്വന്തം സഹോദരങ്ങളെ വിട്ട് ഓടി മറയുന്ന ദിവസമാണ്. ആരും ആരെയും രക്ഷപ്പെടുത്താൻ ഉണ്ടാവൂല, എല്ലാവർക്കും അവനാന്റെ ശരീരം. അതുകൊണ്ടാണ് ലോകത്തുള്ള സകല മനുഷ്യരെ നരകത്തിലിട്ടെങ്കിലും അവനൊന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു എന്നാണ് ആഗ്രഹിക്കുക. വാപ്പ എമ്മ ആരുവാണെങ്കിൽ നരകത്തിൽ പോയിക്കോട്ടെ, എനിക്കൊന്ന് രക്ഷപ്പെട്ടാ മതി എന്നാണ് പരലോകത്ത് മനുഷ്യർ ആഗ്രഹിക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു വിട്ടുവീഴ്ച ഉണ്ടാവൂല. അപ്പോ മനുഷ്യരുമായി ബന്ധപ്പെട്ട വല്ല ഹക്കുണ്ടെങ്കിൽ ആ ഹക്ക് തീർക്കണം നമ്മള്. അതുകൊണ്ടാണ് കടം മേടിച്ച് മരിച്ച മനുഷ്യൻ ഉണ്ടാവുമല്ലോ, കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ മരിച്ചിട്ടുണ്ടാവും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? ഈ മയ്യത്തിന് കടണ്ടോന്ന്. ഈ മയ്യത്തിന് കടണ്ടോന്ന് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണ അറിയോ? നിങ്ങൾ നിസ്കരിച്ചോളി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടില്ല. അതുകൊണ്ടാ ഫുഖഹാക്കൾ പറഞ്ഞ കടമുള്ള ഒരു മനുഷ്യന് അവന്റെ മയ്യത്ത് കൊണ്ടുവന്നാൽ അത് അവിടുത്തെ കാദിയും ഖത്തീബും പ്രധാനികളും നിസ്കരിക്കാൻ പാടില്ല എന്നാണ് അല്ലേ. അത് ആരെങ്കിലും ഏറ്റെടുക്കുമ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിച്ചിട്ടുള്ളൂ. എന്തിനാണ് കൂട്ടരെ മയ്യത്ത് വെച്ചിട്ട് അല്ലേ, നമ്മളല്ലേ മയ്യത്തിന് വെച്ചിട്ടാണ്. ഈ മയ്യത്തിന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിൽ
അത് മകനെ കണ്ടായി, വാപ്പാനെ കണ്ടായി, അളിയനെ കണ്ടാൽ മതി, മുത്താപ്പനെ കണ്ടാൽ മതി. എന്തിനത് പറയാൻ നിൽക്കണേ? മരിക്കണേന്റെ ഇത് പരിഹരിച്ചൂടെ? ഇതെന്തിനായി കടം വാങ്ങുന്നത്? പട്ടിണി നടന്നിട്ടൊന്നല്ല. എന്തിനാ വാങ്ങണത്? വഞ്ചിക്കുക എന്നുള്ള താല്പര്യം തന്നെ പല ആളുകളുടെ ഉള്ളത്. മയ്യത്ത് നിസ്കരിക്കാൻ പോലും അർഹതല്ലാത്ത മനുഷ്യന്മാരാ സുഹൃത്തുക്കളെ ഒരു എന്നിട്ടല്ലേ. അതുകൊണ്ട് നന്നായി ആലോചിക്കണം, നന്നായി നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആർക്കെങ്കിലും ഹക്ക് കൊടുക്കാണ്ടെങ്കിൽ, ഇപ്പൊ സക്കാത്ത് ഉണ്ടല്ലോ, സക്കാത്ത് പണക്കാരൻ വിചാരിക്കണ്ട അത് പണക്കാരൻ കൊടുക്കണ ഔദാര്യാണ്. ഇന്റെ ഔദാര്യാണ്, 27 രാവിലെ ഞാൻ അങ്ങനെ പ്ലേറ്റിൽ ചില്ലറാക്കിയിട്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുത്താൽ സക്കാത്ത് പിടിയെന്ന് ആരും വിചാരിക്കണ്ട. അള്ളാഹ് നിശ്ചയിച്ചു നമ്മുടെ സമ്പത്തിൽ 8 അവകാശികളെ. ആ 8 അവകാശികളുടെ അവകാശമാണ് സക്കാത്ത്. നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ അത് ഹലാലല്ല. സക്കാത്ത് കൊടുക്കാനുള്ള ആ സമയം എത്തിയിട്ട് അത് കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ അത് നമ്മൾ ഉപയോഗിക്കുന്നിടത്തോളം കാലം നമ്മുടെ പ്രാർത്ഥന പോലും സ്വീകരിക്കൂലാണ്. പിന്നെന്തിനാ രാത്രി നിസ്കരിക്കണേ? പിന്നെന്തിനാ സുജൂദ്? പിന്നെന്തിനാ റുക്കൂഅ്? കണ്ടോ? അതുകൊണ്ട് അത് മറ്റുള്ളവന്റെ ഹക്കാണ്. നമ്മൾ എത്ര പടത്തോടെ ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് എന്താ കാര്യം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പ്രാർത്ഥന സ്വീകരിക്കാനുള്ള മുഴുവൻ മാനദണ്ഡങ്ങളും പൂർത്തീകരിക്കപ്പെട്ട ഒരു വ്യക്തിയെ പരലോകത്ത് കൊണ്ടുവരും. ആ മനുഷ്യൻ ആകാശ ലോകത്തെ കൈകൾ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവുന്ന, പടച്ചോനെ എന്റെ റബ്ബേ എന്റെ റബ്ബേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥന സ്വീകരിക്കാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും പൂർത്തീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അറിയോ? മത്അമുഹു ഹറാം മൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു. അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമിൽ നിന്നാണ്, ഉടുത്തിരിക്കുന്ന വസ്ത്രം ഹറാമിൽ നിന്നാണ്, അവൻ ഹറാമിൽ ജീവിക്കുന്നവനാണ് അല്ലേ? ഫഅന്നാ യുസ്തജാബു ലഹു, അവന്റെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ്? സുഹൃത്തുക്കളെ, നമ്മൾ എത്ര സുജൂദ് കിടന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഹറാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഹറാം ഉപയോഗിക്കണം. അതാണ് മറ്റുള്ളവന്റെ അവകാശം ഉണ്ടെങ്കിൽ കൊടുക്കണത്. മരിക്കണേന്റെ തന്നെ പരിഹരിക്കാതെ പോയാണ്ടല്ലോ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുന്ന ആരും വിചാരിക്കേണ്ട സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് സക്കാത്ത് പിരിച്ച കാരക്ക മദീനപ്പള്ളിയുടെ മൂലയിൽ ഇങ്ങനെ കൂട്ടിപ്പിക്കാൻ. ഹുസൈൻ റളിയല്ലാഹു അൻഹു 2.5-3 വയസ്സ് പ്രായമാണ്, ചെറിയ കുട്ടിയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു പോയി അതിന് ഒരു കാരക്കടുത്ത് ഇങ്ങനെ വായേക്ക് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ചവക്കാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വന്നു. എന്നിട്ട് വായിലെടുത്ത് കൈയിട്ടിട്ട് കിഹിൻ തുപ്പിക്കള എന്ന് പറഞ്ഞ വായിൽ കൈയിട്ടാണ് പുറത്തെടുക്കുകയാണ്. എന്നിട്ട് പറയണം, അമാലു സ്വതക്ക, മോനെ നമ്മള് സക്കാത്ത് പിരിച്ച് നമുക്ക് അനുവദനീയമല്ലാതെ അറിയില്ലേ എന്ന് പറഞ്ഞ് പുറത്തെടുക്കുകയാണ്. 2.5-3 വയസ്സുള്ള കുട്ടിയുടെ വായിന്ന് എന്താ അറിയോ? ഹറാമ തിന്ന് വളർന്ന മാംസം ഫന്നാറു ഔലാ ബിഹി, അത് നരകത്തിലുള്ളതാണ്. അതുകൊണ്ട് തൗബ സ്വീകരിക്കണമെങ്കിൽ പാപം ചെയ്യാത്തവരൊന്നല്ല, ആളുകളുമായി ബന്ധപ്പെട്ട് വല്ല ഹക്കും നമ്മുടെ അടുക്കൽ ഉണ്ടെങ്കിൽ തിരിച്ചുകൊണ്ടുപോയി കൊടുക്കുക. ഇനിയിപ്പൊ തിരിച്ചുകൊണ്ടുപോയി കൊടുക്കാൻ ആ മനുഷ്യൻ ജീവിച്ചിരിപ്പില്ല, ആ മനുഷ്യന്റെ കുടുംബക്കാരും ജീവിച്ചിരിപ്പില്ല. അങ്ങനെ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ അല്ലെ പരമാവധി അത്യാവശ്യമൊക്കെ ഒരു അറബിനെ എത്തിങ്ങാനയിലാക്കി പോന്നിട്ടുണ്ടാവും. ഇവിടെ വന്നപ്പോഴാണ് ദീനൊക്കെ ഇങ്ങനെ വല്ലാതെ കയറിയത്. ഇവിടെ വന്ന് ദീനൊക്കെ കയറിയപ്പോഴേ ഇനിയിപ്പോ എന്താ ചെയ്യാ, അങ്ങോട്ട് പോകാനും പറ്റൂല, അവിടെ ബാനായി. മൂപ്പര് അറിയാം, മൂപ്പരെ കുടുംബമില്ല. അപ്പോഴും പണ്ഡിതന്മാർ പറഞ്ഞെന്താ അറിയോ? ആ സമ്പത്ത് നിങ്ങൾ ദാനം ചെയ്യണം, നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അത് ദാനം ചെയ്യണം, പ്രതിഫലം പ്രതീക്ഷിക്കണം. കാരണം നമ്മളെ പൈസക്കാണ് നമ്മൾ പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടത്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയത് കൊടുക്കുമ്പോഴാ പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടത്. ആരാന്റെ എടുത്തിട്ട് അത് ദാനം ചെയ്യുമ്പോൾ പ്രതിഫലം പ്രതീക്ഷിക്കണ്ട, അത് കൊടുക്കണം എന്നാണ്. എന്നാലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കണ്ടോ എത്ര വിശുദ്ധമാണ് സുഹൃത്തുക്കളെ ദീന് എന്ന് പറഞ്ഞാൽ, അല്ലെ? ദീന് എന്ന് പറഞ്ഞാൽ എത്ര വിശുദ്ധമാണ് എന്ന് വെച്ചാൽ, ഒരു സ്വർഗത്തിൽ പോണ ഒരു വിശ്വാസി ആരാകണം എന്നറിയോ? അവന്റെ അകവും പുറവും നല്ല വൃത്തിയുള്ളതാകണം, അവന്റെ ഹൃദയം നന്നാകണം, എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും അവന്റെ ഹൃദയം രക്ഷപ്പെടണം, എല്ലാ പാപക്കറകളിൽ നിന്നും അവന്റെ ഹൃദയം അവൻ ശുദ്ധിയാക്കണം. അവൻ ഉപയോഗിക്കുന്ന സമ്പത്തും അവൻ എന്തെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ എല്ലാം അത് ഹലാലാകണം. കണ്ടോ, അവന്റെ വിശ്വാസം അതും വിശുദ്ധമാകണം. ഇന്നല്ലാഹ ത്വയ്യിബുൻ യുഹിബ്ബുത് ത്വയ്യിബ, അല്ലാഹു വിശുദ്ധനാണ്, വിശുദ്ധിയുള്ളതിനെ മാത്രമേ അല്ലാഹ് ഇഷ്ടപ്പെടുകയുള്ളൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ വിശുദ്ധിയാണ് ഈ റമദാനിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ആരുടെയെങ്കിലും ഹക്ക് നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ
തിരിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിയെ കണ്ട് ഏറ്റുപറയുക. എന്നിട്ട് ആ വ്യക്തിയോട് പറയുക, എനിക്ക് വേണ്ടി പടച്ചവനോട് ഇസ്തിഗ്ഫാർ ചോദിക്കണം. എന്നിട്ട് നമ്മൾ അല്ലാഹുവിനോട് പാപമോചനം തേടണം. അപ്പോഴേ ആ തൗബ അല്ലാഹു സ്വീകരിക്കുള്ളൂ. ഇനിയോ അതുപോലെ തന്നെ ഏതെങ്കിലും നിലക്ക് ആളുകളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അല്ലേ, ആളുകൾക്ക് നേരെ ആരോപണങ്ങളും കളവും മറ്റും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈബത്തിന് മീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തിയോട് പോയി പറയണം, ഞാൻ പലതും നിങ്ങളെ കുറിച്ച് ഈബത്തിന് മീമത്ത് പറഞ്ഞിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ, അമ്മായിയും മരുമോളൊക്കെ ഇതൊക്കെ പരലോകത്ത് പിടിക്കപ്പെടും കണ്ടോ. ആരും അറിയാതെ അമ്മായിമാനെ മരുമോള് ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മരുമോൾ അമ്മായിമ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഈബത്തിന് മീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, സുഹൃത്തുക്കളെ ആ വ്യക്തിയോട് പോയി പറയണം, ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്, ഈ പുറത്തു തരണം എന്ന് അവരോട് പോയി പറയണം. അല്ലാതെ നമ്മൾ എത്ര ഇസ്തിഗ്ഫാർ നടത്തിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇങ്ങനെയൊക്കെ ഒരു പരിഹാര മാർഗം എന്നിട്ട് തൗബ ചെയ്യണം. അതാണ് തൗബത്തുൻ നസൂഹ എന്നത്. ആത്മാർത്ഥമായ തൗബ ഇരിക്കണം. അല്ലാതെ 27 രാവിലെ ഇങ്ങനെ സുജൂദ് കിടന്നിട്ട് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. പരിഹരിക്കേണ്ട ഭാഗങ്ങൾ പരിഹരിച്ചിട്ടായിരിക്കണം സുഹൃത്തുക്കളെ നമ്മൾ പടച്ചവനോട് തൗബ ചെയ്യേണ്ടത്. അപ്പോഴേ പടച്ചവൻ പുറത്തു വരുള്ളൂ. അതുകൊണ്ട് മനുഷ്യരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഹജ്ജിനൊക്കെ പോകുമ്പോൾ കണ്ടല്ലേ, ഹജ്ജിന് പോകുമ്പോൾ അല്ലേ, നമ്മൾ എന്ത് ചെയ്യും? എല്ലായിടത്തും കൂടി കയറി ഇറങ്ങും, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുറക്കാൻ കേട്ടോ. പിന്നെ വാട്സപ്പിൽ സ്പെഷ്യൽ മെസ്സേജ് വരും, ഞാൻ ഹജ്ജിന് ഇട്ടിട്ടുണ്ട്, ഞാൻ ഹജ്ജിന് പോവുകയാണ്, ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പരമാവധി ചെയ്തിട്ടുണ്ടാവുകയും അങ്ങനെ പോകുന്നുണ്ടാവുക, അല്ലേ, നിങ്ങൾ പുറത്തു തരണം, ഞാൻ ഹജ്ജിന് പോകുക. കാരണം എന്താ? വില കൂടിയ ആരാധനയാണ് ഹജ്ജ്. ഒരു 5-6 ലക്ഷം റുപ്യ മിനിമം ചെലവാക്കിയാലേ ഹജ്ജ് ചെയ്ത് വരാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് ബോധ്യമുണ്ട് ഇതിന്റെ പ്രതിഫലം മറ്റും കൊണ്ടുപോകുമോ. അതുകൊണ്ടാണ് ഇത് ഹജ്ജിന് മാത്രമുള്ള ഷർത്തൊന്നുമല്ല, ഏത് നന്മ ചെയ്താലും അത് മറ്റുള്ളവർ കൊണ്ടുപോകും. അതുകൊണ്ട് റമദാനിലൊക്കെ ഇങ്ങനെ ആത്മാർത്ഥമായി രാത്രിസ്കാരം, തൗബയും പശ്ചാത്താപം ഇതൊക്കെ നടത്തുന്ന നമ്മള്, അല്ലേ, ഇതൊക്കെ പരലോകത്ത് മറ്റുള്ളവർ കൊണ്ടുപോകാതിരിക്കാനുള്ളൊരു ശ്രദ്ധ കൂടി ഉണ്ടാകണം. മറ്റുള്ളവർക്ക് ഇതിങ്ങനെ വീതിച്ചു കൊടുക്കേണ്ട ഗതികേട് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് സംസാരിക്കുകയാണെങ്കിൽ ഹൈറ് പറയണം, ഔലി യസ്മുത്ത്, അല്ലേ, ഉണ്ടായിരിക്കണം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റ് മരിക്കണതിന്റെ മുമ്പേ പടച്ചോന്റെ കോടതിയിൽ പൊറുക്കപ്പെടാതെയാണ് നമ്മൾ എത്തിപ്പെടുന്നതെങ്കിൽ സുഹൃത്തുക്കളെ, അവർ നാളെ പരലോകത്ത് നഷ്ടത്തിലായിരിക്കും. ഏത് ചെറിയ നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ എന്താ അറിയോ? നരകത്തിന്റെ ഒരു പാദരക്ഷകൾ അവനെ ധരിപ്പിക്കുന്ന, അല്ലെങ്കിൽ നരകത്തിന്റെ ഒരു തീക്കെട്ട് അവന്റെ കാലിന്റെ താഴെ വെക്കുന്ന, ശരീരം തലച്ചോറ് മുതൽ കാൽപാദം വരെ തളച്ചു മറിയുന്ന ഈ മനുഷ്യൻ വിചാരിക്കുക, ഇത് അനുഭവിക്കണ മനുഷ്യൻ വിചാരിക്കുക എന്താ അറിയോ? ഇതാണ് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ഇതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതാണ് ഏറ്റവും ലളിതവും നിസ്സാരവുമായ ശിക്ഷ. ഇനി അതിന്റെ മുകളിലാണ് മറ്റുള്ളതൊക്കെ ഉണ്ടോ. ആ നരകത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. മരിക്കൂല സുഹൃത്തുക്കളെ, മരിക്കൂല, അല്ലെ. ഇവിടുന്ന് ഒരു മനുഷ്യനാണ് കത്തിക്കരിഞ്ഞ എന്താ, ഓ മരിച്ചു, പക്ഷെ അവിടെ മരിക്കൂല. നരകത്തിൽ പോണ മനുഷ്യന്റെ വലിപ്പതല്ല. നമ്മൾ ഇങ്ങനെയല്ല, നരകത്തിൽ പോണ മനുഷ്യൻ ഇങ്ങനെ നരകത്തേക്ക് വിടല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, നരകത്തിൽ പോണ ഒരു മനുഷ്യന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ 2 ഷോൾഡറുകൾക്കിടയിലുള്ള ദൂരം മസീറത്തു സലാസത്തി അയ്യാം, 3 ദിവസം അതിവേഗതയിൽ വാഹനത്തിൽ സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരം ഉണ്ടാവുന്ന അത്രയും ഭീമാകാരനാക്കിയിട്ടാണ് അള്ളാഹു മനുഷ്യരെ നരകത്തിലേക്ക് ഇടുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അതാണ്. അതുകൊണ്ട് നരകം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതിന്റെ 7 ആയിരത്ത് പോലും നമ്മൾ എത്താൻ പാടില്ല. ഒരു നോമ്പ് കൊണ്ട് നമുക്ക് കിട്ടുന്ന പുണ്യം താരം എടുക്കേണ്ട മാതിരി ഒരു നോമ്പെടുത്താല് 70 വർഷത്തെ വഴി ദൂരം നരകത്തിൽ നിന്ന് അവൻ അകറ്റപ്പെടുന്ന, എടുക്കേണ്ട പോലെ എടുക്കുക കണ്ടോ. വെറൊരു പട്ടിണിയല്ല. അന്നപാനീയങ്ങളുടെ വർജനമല്ല നോമ്പ് എന്ന് പറഞ്ഞാൽ. അത് വിനോദങ്ങളിൽ നിന്ന്, അനാവശ്യ സംസാരങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കലാണ്. എല്ലായിന്നും വിശുദ്ധിയുള്ള ഒരു നാവ്, വിശുദ്ധിയുള്ള ഒരു കാഴ്ച, വിശുദ്ധിയുള്ള ഒരു കേൾവി കണ്ടോ. എല്ലായിടത്തും വിശുദ്ധി ഉണ്ടാകണം. നന്മ സംസാരിക്കുന്ന നാവ്,
നന്മ കേൾക്കുന്ന കാതുകൾ, നന്മ കാണുന്ന കണ്ണുകൾ, നന്മയിലേക്ക് നടക്കുന്ന കാലുകൾ, നന്മ പ്രവർത്തിക്കുന്ന കൈകൾ, ഇങ്ങനെ തുടങ്ങി നന്മ ചിന്തിക്കുന്ന ഹൃദയം, അല്ലേ? എല്ലാം നന്മയിൽ അധിഷ്ഠിതമായിരിക്കണം, വിശുദ്ധമായിരിക്കണം. അങ്ങനെ തസ്കിയത്ത്, സംസ്കരണം സുഹൃത്തുക്കളെ നമുക്ക് ലഭിക്കണം. റമളാൻ കഴിയുമ്പത്തിന് നമ്മളൊരു പുതിയ മനുഷ്യനാകണം. നമ്മൾ ആ ശഅബാനിൽ ഉണ്ടായിരുന്ന മഹിമ തന്നെയാണ് ശവ്വാലിലെങ്കിൽ ഒരു കാര്യമില്ല. ഓന്റെ പഴയ എല്ലാ തെമ്മാടിത്തരം പിന്നെയുണ്ട്. ഓനെ വിശ്വസിക്കാൻ പിന്നെയും പറ്റൂല. പിന്നെ ഇപ്പൊ എന്തിനത്? അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അറിയും, റുബ്ബ സായിം, എത്ര എത്ര നോമ്പുകാരാണ്. ലൈസ മിൻ സിയാമിഹി ഇല്ല ലമഉ വലതശ്, അവരുടെ നോമ്പ് കൊണ്ട് വിശപ്പും ദാഹവും അല്ലാതെ ഒന്നുമില്ല. കണ്ടോ? പട്ടിണി. വറുബ്ബ ഖായിം, എത്ര എത്ര രാത്രി നമസ്കാരക്കാരാണ്. ലൈസ മിൻ ഖിയാമിഹി ഇല്ല സഹർ, അവരുടെ നിന്ന് നമസ്കാരം കൊണ്ട് ഉറക്കം പോയി എന്നല്ലാതെ ഒന്നുമില്ല. ഒരു പ്രതിഫലവും പടച്ചോന്റെ അടുത്ത് ലഭിക്കപ്പെടാത്ത ദൗർഭാഗ്യവാന്മാരായ മനുഷ്യർ സുഹൃത്തുക്കളെ, അവര് നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമുക്കിത് ഉപകാരപ്പെടണം. ഇതെല്ലാ നോമ്പിന് നമ്മൾ ക്ലാസ് കേൾക്കാറുള്ളതാണ്, അല്ലേ? നമ്മളിങ്ങനെ ആലോചിക്കും, കുറച്ചു നേരമൊക്കെ ശരിയാണ്, ഇങ്ങനെയൊക്കെ ആയാൽ പറ്റൂല. പക്ഷെ നമ്മൾ പിന്നെ പഴയമായിരുന്നേ ആവും. പക്ഷെ നമ്മൾ അങ്ങനെ ആകരുത്. അവിടെയാണ് നമുക്ക് നമ്മുടെ ഹൃദയം, നമ്മുടെ ഈ ദേഹേച്ഛകളെ നിയന്ത്രിക്കാൻ കഴിയാന്നുള്ളത്. ഈ നോമ്പ് കൊണ്ട് നമ്മുടെ ദേഹേച്ഛകളൊക്കെ നിയന്ത്രിക്കാൻ കഴിയണം. നമ്മൾ ദീനീപരമായി കൊണ്ട് നല്ലൊരു മാറ്റം, ഒരു വിശുദ്ധി നേടിയെടുക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഖദ് അഫ്ലഹ മൻ തസക്ക, ഖുർആൻ പറഞ്ഞില്ലേ, ഖദ് അഫ്ലഹ മൻ തസക്ക, നിശ്ചയമായും വിജയിച്ചവൻ ആരാണ്? മൻ തസക്ക, ആരാണോ സംസ്കരിക്കപ്പെട്ടത്, വിശുദ്ധി നേടാൻ കഴിഞ്ഞവൻ ആരോ, നിശ്ചയം അവനാണ് വിജയിച്ചവൻ. വിശുദ്ധി നേടാൻ കഴിയണം, എല്ലാ രംഗത്തും വിശുദ്ധനാകണം, അവനാണ് വിജയിച്ചത്. എന്നിട്ടവൻ റബ്ബിന്റെ നാമത്തെ സ്മരിക്കട്ടെ, അതാണ് തക്ബീർ. എന്നിട്ടവൻ നമസ്കരിക്കട്ടെ, അതാണ് പെരുന്നാൾ നമസ്കാരം. അല്ലാത്തവനെന്ത്? സംസ്കരിക്കപ്പെടാത്തവനാണ് അല്ലാഹു അക്ബർ, സംസ്കരിക്കപ്പെടാത്തവനാണ് പെരുന്നാൾ നമസ്കാരം, അല്ലേ? ഒരു കാര്യമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിശുദ്ധി നേടാൻ കഴിയണം. നമ്മൾ ഇവിടെ ഒരു മനുഷ്യൻ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പടച്ചോന്റെ കോടതിയിൽ എന്താ നമ്മൾ പറയാൻ? പടച്ചോന്റെ കോടതിയിൽ നമ്മുടെ ഹൃദയത്തിൽ നോക്കിയിട്ടാണ് വിചാരണ നടത്തുക. ഹൃദയത്തിൽ നോക്കി ഇവിടെ നമുക്ക് പല വേഷം കെട്ടും നടക്കും. പക്ഷെ അള്ളാഹുടെ കോടതിയിൽ സുഹൃത്തുക്കളെ ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല, ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല. നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും എല്ലാം പടച്ചോന്റെ കോടതിയിൽ അത് പുറത്തു കൊണ്ടുവരപ്പെടും. ആ സന്ദർഭത്തിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ റമളാനൊക്കെ ആകുമ്പോൾ എത്രയോ ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ട്. ഞാനിപ്പോൾ 2-3 ദിവസം മുമ്പ് എന്നോട് സുഹൃത്ത് പറയാണ്, നോമ്പ് തുറക്കാൻ ഒന്നും ഇല്ലായിട്ട് പച്ചവെള്ളമാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാറുള്ളത്. ഒരു ഈത്തപ്പഴം പോലും കൊടുക്കാണ്ടായിട്ടില്ല. നമ്മൾ കാണുമ്പോൾ ഒരു പ്രശ്നമില്ല, ബ്രെഡ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കാൻ, ബ്രെഡ് വെള്ളത്തിലിട്ട് നമുക്ക് വല്ലാത്തൊരു വിഷമായി. വാടക കൊടുക്കാല്ലാതെ കടത്തിൽ ഇപ്പൊ 10-ാം തീയതിക്ക് പുറത്തു പോകേണ്ടി വരും എന്ന് പറയുന്ന ആൾക്കാർ എത്ര നമ്മൾ വിചാരിക്കണം എല്ലാവരും നമ്മളെ പോലെയാണ്. നമ്മളൊന്ന് പെരേന്ന് ഇറങ്ങി നടക്കണം, നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കണം. പല അടുപ്പുകളും പുകയുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയും സുഹൃത്തുക്കളെ. പല വീടുകളിലും പ്രയാസത്തിലാണ് നമുക്കത് ബോധ്യപ്പെടും. നമ്മൾ ഈ വാഹനത്തിൽ കയറി പള്ളിയിലൊന്നും ഇറങ്ങണുള്ളൂ. നമ്മുടെ പെരയുടെ ചുറ്റുഭാഗം ഒന്ന് നടന്നോക്കണം. ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മുടെ ദീൻ എന്തിനാ, അല്ലേ? പിന്നെന്തിനാ നമ്മളെ ദീൻ? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? സക്കാത്ത് ഫണ്ടൊക്കെ അവിടുത്തെ അപേക്ഷ തരണം. ആരാ സുഹൃത്തുക്കൾ ഇത് പറഞ്ഞത്? നമ്മളെ നാട്ടിൽ ഫക്കീറുണ്ടെങ്കിൽ ഓൻ നമുക്ക് അരങ്ങി കൊടുക്കണം. ഓന്റെ അപേക്ഷ എന്തിനാണ്? ഒരു അവകാശപ്പെട്ടവനല്ലേ? എന്നിട്ട് കമ്മിറ്റിക്കാരെ പിന്നാലെ ഇങ്ങനെ നടക്കുക. സക്കാത്തിനെ ഇതൊരു അവകാശമാണ് ഈ കൊടുക്കണം. കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കണം. എന്തിനറിയോ? ഇതൊക്കെ ഏറ്റവും സുതാര്യമായി പണക്കാരന്റെ കാലിലോട്ട് പോയി പാവപ്പെട്ടവൻ കിടക്കാതിരിക്കാനാണ്. കമ്മിറ്റിക്കാരുടെ കാലിലോട്ടേക്ക് വരണം. പിന്നെ ആരാത് പഠിപ്പിച്ചത്? 8 അവകാശികൾ അള്ള നിശ്ചയിച്ച ഒരവകാശമാണ്. അത് കൃത്യമായി പണക്കാരൻ അറിയാതെ പാവപ്പെട്ടവന്റെ അഭിമാനത്തിന്റെ പ്രയാസം സൃഷ്ടിക്കാതെ കൊടുക്കാനാ കമ്മിറ്റികൾ.
അവിടേക്ക് കാണാൻ ഓരോരുത്തരെ കാട് ആരാന്റെ പൈസേറ്റേ അവകാശപ്പെട്ടവന് കൊടുക്കാതെ അതിന് കുറെ നൂലാമാലകൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മളൊന്ന് ഇറങ്ങി നടക്കുക. നമ്മുടെ ചുറ്റുഭാഗത്ത് നൂറുകണക്കിന് ആളുകൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. എന്തേ അവർക്ക് നമ്മൾ പരിഗണിക്കണ്ടേ? ദീനിനെ വ്യാജമാക്കുന്നവരെ നിങ്ങൾ കണ്ടുവോ? അല്ലാഹു ചോദിക്കാൻ. പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന് അതിന് അധ്വാനിക്കാത്തവൻ, പ്രേരണ നൽകാത്തവനാണവെന്ന്. പിന്നെ നമ്മൾ മുസ്ലിംമാർ നടക്കുന്നതിന് അർത്ഥമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയായിരുന്നു. രാവിലെ എണീക്കുമ്പോൾ ചോദിക്കാൻ, ആയിഷ എന്താ കഴിക്കാനുള്ളത്? നമ്മളൊന്നും ജീവിതത്തിൽ നമ്മുടെ ഭാര്യയോട് ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ ചോദിച്ചിട്ടുണ്ടാവില്ല. വെറൈറ്റി ഏതാ അറിയാൻ നമ്മൾ ചോദിച്ചിട്ടുണ്ടാകുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല. രാവിലെ ചോദിക്കാണ്, ആയിഷ എന്താ കഴിക്കാനുള്ളത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, ഒന്നുമില്ല നബിയെ, സുന്നത്ത് നോമ്പാണെന്നാൽ. ആ പ്രവാചകൻ സുന്നത്ത് നോമ്പ് എടുക്കാൻ രാത്രി ഉറക്കം വരാതെ വിശപ്പ് കാരണം ഇറങ്ങി നടക്കുകയാണ്. നമ്മുടെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് അധികരിച്ചിട്ട് ഉറക്കം വരാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് അല്ലേ? എന്നാൽ പ്രവാചക സാഹചര്യം അങ്ങനെയല്ല. ഖന്തഖ് യുദ്ധത്തിന്റെ സന്ദർഭത്തില് സഹാബത്ത് ഇങ്ങനെ കിടങ്ങു കുഴിക്കാൻ വിശപ്പ് കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്ന് പറയാൻ, നബിയെ ഞങ്ങൾക്ക് പണിയെടുക്കാൻ കഴിയണില്ല, ഞങ്ങളുടെ വയറില് പാറക്കല്ല് കെട്ടിവെച്ചിട്ടാണ് ഞങ്ങൾ ജോലി ചെയ്യണത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കമീസാണ് പൊക്കിക്കൊടുത്തവർക്ക് 2 പാറക്കല്ല് ആ പ്രവാചകൻ വയറിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, രാത്രി വിശപ്പ് കാരണം ഉറക്കം വരാതെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോണ്ട് അബൂബക്കർ ഇങ്ങനെ വരുന്നു. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അല്ല അബൂബക്കറെ, എന്താണ് ഈ അസമയത്ത് പുറത്തിറങ്ങി നടക്കുന്നത്? അബൂബക്കർ പറയാണ്, വിശപ്പ് കാരണം ഉറക്കം വരുന്നില്ല നബിയെ. രണ്ടാണ് ഒരുമിച്ച് നടക്കുക. അപ്പൊ ഉമർ വരുന്നു. അദ്ദേഹത്തോടും ചോദിച്ചു, അദ്ദേഹത്തിന് വിശപ്പ് കാരണം ഉറക്കം വരുന്നില്ല. 3 ആൾ ഒരുമിച്ച് നടക്കുമ്പോൾ ഒരു അൻസാരിയായ സഹാബിയുടെ വീട്ടിൽ പോയി കുറച്ച് ഭക്ഷണം കിട്ടുമ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും ഉമർ റളിയല്ലാഹു അൻഹുവിനോടും പറയാണ്, അബൂബക്കറെ, ഉമറെ, വിശപ്പ് കാരണം നമ്മൾ പുറത്തിറങ്ങിയത്. പടച്ചോന്റെ അനുഗ്രഹമായ ഭക്ഷണത നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് പടച്ചോന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. നമ്മൾ ആലോചിക്കണം പ്രിയമുള്ളവരെ, ദിവസങ്ങളോട് പട്ടിണി കിടന്നിട്ട് നമ്മളൊക്കെ എത്ര മറുപടി പറയേണ്ടി വരും? ആ പ്രവാചകൻ റമളാനാകുമ്പോൾ ആളുകൾക്ക് ഔദാര്യം ചെയ്യുന്ന കാര്യത്തിൽ വീശിയടിക്കുന്ന കാറ്റ് പോലെ ഇരുന്നു. ഒന്നും കൊടുക്കാനില്ലാത്ത ആ പ്രവാചകനെ കിട്ടിയതൊക്കെ പാവപ്പെട്ടവർക്കും അവിടെയുള്ള സാധുക്കൾക്കും കൊടുത്തിരുന്നവരായിരുന്നു. അത്രയൊന്നും ഇല്ലെങ്കിലും സുഹൃത്തുക്കളെ, പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാർക്ക് അല്ലേ വസ്ത്രം, റമളാനില് പെരുന്നാൾക്ക് ഒരു വസ്ത്രം എന്ത് ചെയ്യും അവരാന്റെ മക്കൾക്ക് എന്ന് ആലോചിച്ച് പ്രയാസപ്പെടുന്ന എത്ര ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളൊന്ന് ഇറങ്ങി നടക്കണം. എന്നിട്ട് പ്രയാസപ്പെടുന്ന വീടുകൾ ഉണ്ടെങ്കിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക ചെയ്തു കൊടുക്കണം. അപ്പോഴേ ഒരാൾ യഥാർത്ഥ ഒരു മുഅ്മിനാകുള്ളൂ. അല്ല 5 നേരം അങ്ങനെ നിസ്കരിക്കുക, ഖുർആൻ ഓതുക, പോവുക, അതൊന്നല്ല. അതൊക്കെ വേണം. അതിന്റെ അപ്പുറം ഈ മനുഷ്യരോട് നമുക്കൊരു ബാധ്യത ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇവരൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാവരും സുഖത്തിലാണ്. അല്ല, പല വീടുകളും സുഖത്തിലല്ല. പല വീടുകളിലുള്ള ആളുകൾക്കും പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പട്ടിണിയാണ് പല വീടുകളും. അതുകൊണ്ട് അവരെയൊക്കെ പരിഗണിച്ചായിരിക്കണം ഈ നോമ്പ് മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും പരലോകത്തെ അള്ളാനെ കണ്ടുമുട്ടണം എന്നുള്ള ആ ഒരു താല്പര്യത്തോടു കൂടെയായിരിക്കണം ഏത് അമലും ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നോമ്പുകാർക്കൊരു സ്വർഗത്തിനൊരു വാതിലുണ്ട്. നോമ്പുകാർക്ക് മാത്രമായിട്ട് അതിലൂടെ നമുക്ക് പ്രവേശിക്കാൻ കഴിയണം. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ അധ്വാനങ്ങൾ മുഴുവൻ. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക. പാപം നമ്മുടെ ഹൃദയത്തെ വല്ലാതെ കറുപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിനോട് ഏറ്റുപറയാം. ഇനി ഒരിക്കലും തിരിച്ചു പോകില്ല എന്ന തീരുമാനത്തോടു കൂടി നമ്മളൊരു ഉറച്ച തീരുമാനം എടുക്കുക. ഇനി ഞാൻ നന്മയുടെ വാഹകനായിരിക്കും. എന്നാലും തെറ്റുകൾ സംഭവിക്കാം, എല്ലാം പുറത്തു തരാൻ റബ്ബ് തയ്യാറാണ്. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. ആളുകളുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം മരിക്കണതിന് മുമ്പ് പരിഹരിക്കുക. അത് മരിക്കാൻ കാത്തിക്കരുത്. ആ നിലക്ക് സാമ്പത്തികമാകട്ടെ, ശാരീരികമാകട്ടെ, മറ്റുള്ളവരുടെ അഭിമാനത്തിന് എന്തെങ്കിലും ക്ഷതമേൽപ്പിച്ചതാകട്ടെ ഏറ്റുപറയാം. ഒരു പ്രയാസവും അനുഭവിക്കേണ്ട ആവശ്യമില്ല. ഒരു ലജ്ജയും പറയാൻ നമ്മൾ പ്രയാസപ്പെടേണ്ട ആവശ്യം, ഒരു ലജ്ജയും തോന്നണ്ട.
അവിടെ പോയി പരലോകത്തിന്റെ രക്ഷക്കാണ്. പരലോകത്തിന്റെ രക്ഷ അതാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. മരണത്തോടുകൂടി നമ്മുടെ പരലോകം ആരംഭിക്കാൻ. അടുത്ത സെക്കൻഡിൽ ഞാൻ നിങ്ങളോട് മരിച്ചാൽ നമ്മുടെ പരലോകം തുടങ്ങി. ആ ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഈ റമളാൻ വിശുദ്ധിയുടെ മാസമാണ്. വിശുദ്ധമായ ജീവിതം നയിക്കുക, വിശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമയാവുക, വിശുദ്ധമായ സമ്പത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. ആ നിലക്ക് നമ്മുടെ ജീവിതം ക്രമീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ സംസാരത്തെയും നിങ്ങളുടെ കേൾവിയെയും ഒരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന ഏറ്റവും നല്ല നോമ്പുകാരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗം അതിൽ അടിമപ്പെട്ടു പോയ ധാരാളം സുഹൃത്തുക്കളുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലും ഇടപാടുകളിലും അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والسلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.